വ്യക്തമായ പ്ലാനോടുകൂടി എന്നെ കടന്നാക്രമിച്ചത് തന്നെയാണ്. അപ്പോൾ എന്നെ കുറ്റക്കാരനാക്കിയിട്ട് എന്നെ അവിടുന്ന് പുകച്ചു പുറത്തേടിക്കുക, 10 വർഷം മുമ്പത്തെ പക വീട്ടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡയറക്ടർ വിളിച്ചിട്ട് ഷാനവാസിനെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വന്നപ്പോ ആള് വിചാരിച്ച നടന്നു, എന്നെ ഈ സെറ്റിൽ നിന്ന് പുകച്ചു പുറത്തേടിക്കണം. ഹായ് ഫ്രണ്ട്സ്, ഇന്ത്യ ഗ്ലിസിന്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഉള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മിനി സ്ക്രീനിലെ നമ്മുടെ നായക രാജകുമാരനായിരുന്നാലും വില്ലൻ രാജകുമാരനായിരുന്നാലും പ്രേക്ഷകർക്ക് സുപരിചിതമായിട്ടുള്ള ഷാനവാസ് ഷാനുവാണ് ഇന്ന് ഇന്ത്യ ഗ്ലിസ് മലയാളത്തിനോടൊപ്പം ഉള്ളത്. ഷാനു, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം, അങ്ങനെ പോകുന്നു. ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഷാനുവിനെ പറ്റി അറിഞ്ഞിരിക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നു പ്രേക്ഷകരിൽ എത്ര പേർക്ക് അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയത്തില്ല. ഷാനു അറിഞ്ഞിട്ടില്ലേ? പേടിപ്പിക്കുന്ന ഇപ്പൊ ഈ കംപ്ലീറ്റ് സെൻസേഷൻ ന്യൂസ് ആയത് കാരണം അങ്ങനെ വിചാരിക്കുന്നത് അങ്ങനെയല്ല. ഷാനവാസ് ഒരു വലിയൊരു അപകടത്തിൽ തന്നെ പെട്ടു. ആ ഒരു അപകടത്തിന്റെ ഒരു ഇഞ്ചുറി ഇപ്പോഴും എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് പ്രേക്ഷകർ കാണിച്ചു തരാം. ഒരു അപകടം പറ്റിയോ? പറ്റി, കാലിൽ കിടക്കുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് 2 മാസമായി. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അപകടം പറ്റിയത്? എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു പണ്ട് മുതലേ. കുങ്കുമപ്പൂവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പിന്നെ ഈ അതിനുശേഷമുള്ള എന്റെ കാലയളവിലും പുരുഷോത്തമൻ സാർ എന്ന് പറഞ്ഞ ഡയറക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളുടെ ഒരു വർക്ക് ചെയ്യണം, ആളുടെ കൂടെ വർക്ക് ചെയ്യണം എന്നൊക്കെ. അത് കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു അവസരം വന്നു. നമ്മളെ മഴവിൽ മനോരമയില് എന്റെ കുട്ടികളുടെ അച്ഛൻ എന്നൊരു സീരിയലിലോട്ട് എന്നെ കാസ്റ്റ് ചെയ്തു. ഞാൻ എല്ലാത്തിനും റെഡിയായി. നാളെ ഷൂട്ട് തുടങ്ങുന്നു. തലേ ദിവസം ഞാൻ എല്ലാം പാക്ക് ചെയ്ത് കാറിൽ കയറുന്നതിന് മുമ്പ് വീട്ടിലോട്ട് ഒരു മരുന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉമ്മാക്ക് മരുന്ന് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൈക്ക് എടുത്ത് പുറത്തിറങ്ങിയതാ. 1/2 കിലോമീറ്റർ പോയിട്ടില്ല, ഒരു ഓട്ടോ വന്നിട്ട് അടിച്ച് കാലിന് ഉപ്പൂറ്റി എല്ലാം ഓപ്പണായി. ഒരു 12ഓളം സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ആ ഷൂട്ടെല്ലാം മുടങ്ങി. അവരെനിക്ക് വേണ്ടി 10-15 ദിവസം വെയിറ്റ് ചെയ്തു. പക്ഷെ ഒരു 3 മാസത്തെ ബെഡ് റെസ്റ്റ് ആയിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. അപ്പോൾ 15 ദിവസം നോക്കാം, നമുക്ക് എങ്ങനെയാണെന്നെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാന്നൊക്കെ പറഞ്ഞ് അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കുറെ. പക്ഷെ 15 ദിവസം കൊണ്ടൊന്നും എനിക്ക് ഇറങ്ങാൻ പറ്റുന്ന, കാരണം ഡോക്ടർ 3 മാസമാണ് പറഞ്ഞിരുന്നത്. ഫുള്ള് മാറണം എന്നുണ്ടെങ്കിൽ 3 മാസം പിടിക്കുന്ന പറഞ്ഞു. എനിക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ വർക്ക് മിസ്സായി. അടുത്ത വർക്കിലേക്ക് വരുന്ന കാര്യത്തിന് മുമ്പ് ഞാനും ഷാനുവിന്റെ ആക്സെന്റ് അറിഞ്ഞിട്ടില്ല. വിചാരിതമായിട്ട് ഞാനും ഷാനുവിനെ പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ ഷാനു മുടന്തി വരുന്ന ഒരു സംഭവം കണ്ടു. അപ്പോഴും പെട്ടെന്ന് നോക്കിയപ്പോൾ കാലില് വലിയൊരു കെട്ടും അവിടെ കുറെ അല്ലാതെ സംഭവങ്ങൾ, പല ട്രീറ്റ്മെന്റുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇടക്കാലത്ത് നമ്മൾ അറിഞ്ഞ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഷാനു വളരെ കണിശക്കാരനായി മാറി എന്നുള്ളൊരു സംഭവം നമ്മൾ പറഞ്ഞു. അപ്പൊ ഒരു കണിശക്കാരനായിട്ട് മാറിയ അതിന്റെ കുറച്ച് പോസ്റ്റേഴ്സും കണ്ടു. അപ്പൊ സീരിയലും ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. അതിപ്പോ CTV ഓൺ ആയ ഒരു സീരിയലാണ്. അപ്പം ഈ ഒരു കാലം വെച്ച് അതിന്റെ ഷൂട്ടിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? അത് പറയാം. ഇത് എനിക്ക് ഇത് മിസ്സായല്ലോ, ഈ സീരിയൽ മിസ്സായ ഒരാഴ്ചക്കകത്ത് മറ്റേ ഈ മിസ്സിസ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞൊരു സീരിയലിൽ നിന്നൊരു ഓഫർ വന്നു. അങ്ങനെ അവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ആക്സിഡന്റ് പറ്റി കിടക്കുവാണ്, 10-20 ദിവസമായി, 3 മാസത്തെ റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറ്റില്ല, നിങ്ങൾ വേറെ ആൾക്കാരെങ്കിലും നോക്കിക്കോളൂ, വേറെ ആരെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളൊരു 10 ദിവസം കൂടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം, ഒന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട്. അപ്പോൾ എന്നെ വിളിച്ചത് മനോജ് ശ്രീലകൻ എന്ന എൻ്റെ ഡയറക്ടറാണ്. മനോജ് ചേട്ടൻ ഞങ്ങൾ സീതാസീൽ ചെയ്യുമ്പോൾ ഡബിൾ യൂണിറ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ലാഷ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി വരാറുണ്ടായിരുന്നു. ഭയങ്കര നല്ല ഡയറക്ടറാണ്. അപ്പോൾ ആളാണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഈ കാലിന് പരിക്ക് കാരണം എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം ഞാൻ 10 ദിവസം അവർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു, ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കര പെയിനാണ്, നടക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടും, നിങ്ങൾ വേറെ ഓപ്ഷൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഷാനിന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സീരിയലിന് വേണ്ടി പ്രൊമോ ഷൂട്ടായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ പ്രൊമോ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് ഡോഗിന്റെ പേര്, റോഡ് വില്ലൻ. ഈ റോഡ് വില്ലൻ തന്നിട്ടുള്ളൊരു പ്രൊമോ ആയിരുന്നു. അപ്പോ ഇത് എന്നെ കൊണ്ട് എനിക്കിന്ന് നടക്കാൻ വയ്യ. അപ്പോഴാണ് ഇത്രയും വലിപ്പല്ല, എന്താ അതിന്റെ ശക്തി എന്നറിയോ,
ഇവന് എന്നെയും പിടിച്ചോണ്ട് ഓടുക. എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല. വേദന കടിച്ച് പിടിച്ചിട്ടാണ് എങ്ങനെയൊക്കെയോ അത് ഷൂട്ട് ചെയ്തിട്ടത്. പ്രേക്ഷകരെ നിങ്ങൾ ഇത് കാണുക. കാരണം നമ്മൾ ടിവിയിൽ ഇത് കാണുമ്പോഴേക്കും ഒരു ചാനലിന്റെ ഇതിലേക്ക് ഒരു റോഡ്വീലറിനെ പിടിച്ചുകൊണ്ട് ആ ഒരു നായ്ക്കുട്ടിയും പിടിച്ചുകൊണ്ട് ഷാനു നായകൻ ഇങ്ങനെ ഭയങ്കര ഹെവി ലുക്കില് വരുന്ന ഷാനു എന്ന് പറയുന്നത് കാലിപ്പോഴും കെട്ടിവെച്ച് നേരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ കുറെ കാറുകൾ നിരന്നു വരുന്നു. എല്ലാവരും ആ പ്രഭ കണ്ടുകാണ് ഈ പുതിയ സീരിയലിന്റെ. പക്ഷെ ഷാനുവിന്റെ ആ ഒരു അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. ഷാനു ആദ്യമായിട്ട് തുറന്നു പറയുകയാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് ഷൂട്ടിംഗ് സെറ്റിൽ? ഇപ്പോഴും ഈ കാലം വെച്ച് ഷൂട്ടിംഗ് നടക്കുന്നുണ്ടോ? ഇല്ല, 3 മാസത്തെ റെസ്റ്റ് പറഞ്ഞുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഭേദമായില്ലായിരുന്നു. ആദ്യ സമയത്തൊക്കെ കുറെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനൊക്കെ പിന്നീട് എടുത്തത്. ആദ്യമൊക്കെ ഇൻട്രൊഡക്ഷൻ സീൻ അല്ലാതെ വേറെ 5ാമത്തെ എപ്പിസോഡ് 4ാമത്തെ എപ്പിസോഡൊക്കെയാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. കാല് കാണിക്കാതെയും ഷൂടാൻ പറ്റുന്നില്ല. എനിക്ക് എന്റെ സൈസ് ഷൂ എനിക്ക് കേറുന്നില്ല. അത് നീര് വന്ന് തടിച്ചിട്ട് ഷൂല് കയറുന്നത്. പിന്നെ സൈസ് കൂടുതലുള്ള സൈസുള്ള ഷൂ ഒക്കെ ഇട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അവര് എന്ത് ചെയ്യും, ഒരു ആക്ഷൻ പറയുമ്പോ വേദന കടിച്ചു പിടിച്ച് ഒറ്റ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൊടുത്ത് കസാര ഇട്ടരും അവിടെ ഇരിക്കും. ഇനി ഇത് കണ്ടിട്ട് ഇത് കൂടുതൽ സീക്രട്സ് ഒക്കെ കണ്ടിട്ട് ഈ കളിച്ചക്കാരുടെ കാലം സീരിയലിൽ അവർ മറുപൂർവ്വം തല്ലി ഒടിക്കും. ഇല്ല, ഇപ്പൊ ഒരു 3-4 ദിവസം കിട്ടി. അപ്പൊ ഞാൻ ഈ ഒരു കാലിന് നമുക്ക് വേദന കാരണം മറ്റേ കാലിന് വെയിറ്റ് കൊടുത്ത് അത് ഫുൾ വെയിറ്റ് അവിടെ കൊടുത്ത് ഇതിങ്ങനെ റെസ്റ്റ് കൊടുക്കും. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ കാലിന് നീര് കയറും, ഇതിന് ഫുൾ വെയിറ്റ് കൊടുത്തിട്ട്. അങ്ങനെ ഒരുപാട് സഹിച്ചിട്ടാണ് ഇപ്പൊ ഷൂട്ട് നടന്നത്. അതിന്റെ ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ സീരിയൽ വൻ സക്സസ് ആയിട്ട് മാറട്ടെ. ഷാനു ഇത്രയും വേദനകൾ കടിച്ചമർത്തിക്കൊണ്ടാണ് ആ സീരിയൽ ചെയ്യുന്നത്. ഷാനുവിന്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും ഷാനുവിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടാലും അത് കൃത്യമായിട്ട് വന്നിട്ടില്ല. ഷാനുവിന് ഈ സിനിമാ മോഹമായിട്ട് പോയിട്ട് 8 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ വിട്ടുവരുന്നത്. പിന്നെ 2 സഹോദരിമാരാണ്. 8 വയസ്സല്ല, 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഷാനുവിന്റെ അച്ഛന്റെ ഒരു വേർപാടുണ്ടാവുന്നത്. അതിനുശേഷം സഹോദരിമാരുണ്ട്, ഉമ്മയാണ് കൂട്ടിനുള്ളത്. അപ്പം എന്നിട്ടും ഈ ഒരു കുടുംബത്തെ നോക്കണം. ഷാനു അപ്പൊ ആ സമയത്തൊക്കെ ഒരു സാമ്പത്തികമായിട്ട് അത്രയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നോ? ഇല്ല, ഇത് പല ഇന്റർവ്യൂസിലും പറഞ്ഞു എല്ലാവരും കേട്ടും മടുത്ത് കാണുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി പെട്ടതാണ്. വളരെ ബുദ്ധിമുട്ടിയത് തന്നെ ഞങ്ങളെ കഷ്ടപ്പെട്ട് തന്നെ ഒപ്പം ഞങ്ങളെ നോക്കിയിരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, റിക്കവർ ആയിക്കൊണ്ടിരുന്നത് പല ഇന്റർവ്യൂസിലും പറഞ്ഞതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി വന്ന ആ ഒരു കാര്യം ഇതിലേക്ക് കണക്ട് ചെയ്ത് വരാൻ വേണ്ടി ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒരു വള ഊരി തന്നിട്ടാണ് എവിടെ ചെന്നൈയിൽ എന്തോ ഈ ഒരു സിനിമാ മോഹമായിട്ട് വണ്ടി കയറി പോയെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചെന്നൈയിൽ നമ്മളിപ്പോ പല കഥകളിലും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമാക്കാരെല്ലാം അവിടെ ചെന്നൈയിൽ ചെന്നിട്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബോംബെ പോയിട്ട് രക്ഷപ്പെട്ടെന്ന്. ഷാനു ചെന്നൈ പോയിട്ട് എന്താ സംഭവിച്ചത്? ചെന്നൈ പോയി 2 വർഷം അവിടെ ട്രൈ ചെയ്തു. ഒരു സിനിമ പോലും കിട്ടിയില്ല. മാക്സിമം ക്യാഷ് ഉള്ള ക്യാഷ് എല്ലാം പോയി. അപ്പൊ എങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ഓരോ ഡയറക്ടേഴ്സിനെ കണ്ടോണ്ടിരിക്കുക അങ്ങനെയാണോ? അങ്ങനെ അവിടെയുള്ള ഒരു 2-3 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവര് നമ്മളൊക്കെ പല ഡയറക്ടേഴ്സിന്റെ അടുത്തൊക്കെ കൊണ്ടുപോകും. നമുക്ക് ആ സമയത്തൊന്നും സമയമായില്ലാന്ന് തോന്നുന്നു. ഫസ്റ്റ് ചെയ്തൊരു വർക്ക് എങ്ങനെയാണ് വന്നത് ഷാനുവിലേക്ക്? ഫസ്റ്റ് ഞാന് ഇന്ദ്രനീലം എന്ന് പറഞ്ഞ സീരിയലാണ് ചെയ്തിരുന്നത്. KV അനിൽ എന്ന് പറഞ്ഞ സുനിൽ ചങ്ങനാശ്ശേരി, KV അനിൽ. അപ്പോൾ അവരെ ഒരു മുൻ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു ലാസ്റ്റ് ആ സീരിയലിന്റെ അവസാന ഭാഗത്ത് ഒരു 10-50 എപ്പിസോഡോ 20-25 എപ്പിസോഡോ ഒരു പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് കുങ്കുമപ്പൂവിലോട്ട് ഓഡീഷൻ വരുന്നത്. കുങ്കുമപ്പൂവ് എന്ന് പറയുമ്പോൾ കുങ്കുമപ്പൂവിലെ രുദ്രൻ, ആ വില്ലൻ ഒരു എത്ര എപ്പിസോഡ് ആദ്യം പ്രതീക്ഷിക്കാണ്. എനിക്ക് തോന്നുന്നു ഒരു 950 എപ്പിസോഡോളം പോയ ഒരു സീരിയല്. ഈ രുദ്രനിലേക്കുള്ള ഒരു ചേഞ്ച് വില്ലനായിട്ട് വന്നു കഴിഞ്ഞു. ഇതിന്റെ അതിരുന്നിട്ട് അതിലേക്ക് വന്നപ്പോഴേക്കും പ്രത്യേകിച്ച് നായകന് കുറെ ഫേമസ് കിട്ടുന്ന ഒന്നാണ് സീരിയൽ എന്ന് പറഞ്ഞത്. വില്ലന്മാരെ അത്രത്തോളം അങ്ങോട്ട് സ്വീകാര്യത അത്രത്തോളം കിട്ടത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മള് അമ്പലപ്പറമ്പിൽ വെച്ച് കണ്ടാലും അല്ല വേറെ ഫംഗ്ഷൻ കണ്ടും സ്ത്രീകൾ തന്നെ ഇതാണ് മറ്റേ ഇതിലെ വില്ലൻ. പക്ഷെ ഈ വില്ലനെ ആൾക്കാരെ ഏറ്റെടുക്കുകയാണല്ലോ. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു സംഭവം? എങ്ങനെയായിരുന്നു ഈ കുങ്കുമപ്പൂവിലെ? അല്ല, ഓഡിഷൻ വഴി കിട്ടിയത് തന്നെ ഒരു 50 എപ്പിസോഡ് മാത്രം ചെയ്യാൻ പോയിരുന്ന ഒരു കഥാപാത്രമാണ്. ഭാഗ്യവശാൽ അവര് പറയുന്നത് പോലൊക്കെ തന്നെ അതിന്റെ മേലെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ വിശ്വാസം. അത് കാരണം കൊണ്ട് ചാനലും ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു ഡിസിഷൻ എടുത്തു. ഈ ക്യാരക്ടറിനെ നമ്മൾ ഒന്ന് കൊല്ലാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ഭാഗ്യവശാൽ അത്
പല അത്ഭുതങ്ങൾ സംഭവിച്ചു. എന്തായാലും കുങ്കുമപ്പൂവില് ആ പേര് പോലെ തന്നെ പല പല അത്ഭുതങ്ങൾ സംഭവിച്ച് അതങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേക്കും അടുത്ത സീരിയൽ സീതയാണ്. സീതയുടെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ റീസെന്റ് വന്നൊരു വാർത്ത പെട്ടെന്ന് ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോഴേക്കും മേഘ്ന രാജ് ഇനി ഷാനവാസിന് സ്വന്തം. പെട്ടെന്ന് നോക്കിയപ്പോ ഈ മേഘ്ന രാജ് ഷാനവാസിന് സ്വന്തം എന്താണെന്ന് അറിയത്തില്ല. കുറെ മേഘ്നയുടെ ഫോട്ടോസും കാര്യങ്ങളും ഞാനും അത് കണ്ട് ഞെട്ടി. അത് ഞാൻ ഫുള്ള് വായിച്ചു നോക്കി. അപ്പൊ സീരിയലായിട്ട് ബന്ധപ്പെട്ട ഞാനും ഇത് പെട്ടെന്ന് കണ്ടു. ഇതെന്താണ് സംഭവം എന്നുള്ളത്. അപ്പം മേഘ്ന രാജാണോ ഇപ്പോഴത്തെ സീരിയലിലെ ഹീറോയിനെ? ഓക്കെ. കണിശക്കാരനായിട്ടുള്ള കേന്ദ്ര കഥാപാത്രമാണോ? അത് മറ്റേ ഒരു ബോൾഡ് ക്യാരക്ടറാണ്. ഇത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ബോൾഡായ ഒരു കഥാപാത്രം. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മേഘന ചെയ്യുന്ന ഒരു മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും പറഞ്ഞ ഒരു കുസൃതിക്കാരി. അപ്പൊ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ഇങ്ങനെ ഭയങ്കര രസകരമായുള്ള സീൻ. അത് ഈ തെലുങ്കിലും കന്നഡയിലും മറ്റേ തമിഴിലൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റീമേക്കാണ് മലയാളത്തിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നല്ലൊരു പ്രതീക്ഷയുള്ള ഒരു പ്രോജക്റ്റാണ്. എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് പറ്റിയൊരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നന്നായിട്ട് തന്നെ ഭവിക്കട്ടെ. ഒപ്പം ഷാനുവിന്റെ ഫോട്ടോസ് നോക്കിയാലും ഇത് നോക്കിയാലും ഷാനവാസ്, ഷാനു, അങ്ങനെ കുറെ പേരില് ഷാനവാസ് എന്നുള്ള പേരിലും ഫേസ്ബുക്കിൽ തുറന്ന കുറെ അക്കൗണ്ട് കാണും. ആക്ച്വലി ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷാനു ഉണ്ടോ? എനിക്ക് ഈ നിയറസ്റ്റ് ആണ് എൻ്റെ മറ്റേ ഒരു അക്കൗണ്ട് ഉണ്ട്, ഷാനവാസ് ഷാനു എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. അത് ഓൾമോസ്റ്റ് അങ്ങനെ ഫ്രണ്ട്സൊക്കെ ഫുള്ളായപ്പോൾ ഞാൻ വേറൊരു അക്കൗണ്ട് ഇപ്പോൾ നിയറസ്റ്റ് ഒരു 1 മാസം 2 മാസം അതും ഓൾമോസ്റ്റ് ഫുള്ളായി. അത് ഞാനങ്ങനെ ഇൻസ്റ്റയിലും ഇതിലൊന്നും സജീവമല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലൊക്കെ ഇൻസ്റ്റയിലും സോഷ്യൽ നെറ്റ്വർക്കിലും സജീവമില്ല. ഒരു അക്കൗണ്ട് തുടങ്ങി അത് ഫുള്ളായി, അതിനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത അക്കൗണ്ട് തുടങ്ങി അത് ഏകദേശം ഫുള്ളായി, അതിനെ മാറ്റി. ഞാൻ റിക്വസ്റ്റ് വരുന്നത് ഞാൻ ആളും തരാൻ നോക്കില്ല, കാരണം എന്തെങ്കിലും സാധനം ഇടുമ്പോ അവർക്ക് എത്തുമല്ലോ. അല്ലാതെ നമ്മൾ അറിയുന്നവരെ മാത്രം കൂട്ടുപിടിക്കാന്നുള്ളതല്ലോ. നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ ക്യാരക്ടറൊക്കെ ഇഷ്ടപ്പെട്ടാണല്ലോ ഓരോരുത്തരും നമുക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ചിലപ്പോ ഫേക്കുകൾ ഉണ്ടാവാം, നല്ല ശല്യം ചെയ്യാറുണ്ട് ഇതിനകത്തൊക്കെ. അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇപ്പം എപ്പോഴും നെറ്റ് ഓൺ ചെയ്ത് വെക്കുമ്പോഴേക്കും സാധാരണ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഇവരുടെ കോൾസ് ഒക്കെ നമ്മൾ വിചാരിക്കാത്ത സമയത്തൊക്കെ ഇത് ഗുണം ചെയ്യുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാല് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത് അർദ്ധരാത്രിയൊക്കെയാണ് കോൾ വരുന്നത്. പിന്നെ ഒന്നും ഇപ്പോൾ ഇവിടെ ഓപ്പണാക്കി പറയാം. ചിലത് നമ്മളെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നവരൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം. അങ്ങനെ കുറെ കാലത്തിന് ഞാൻ മെസ്സഞ്ചറൊക്കെ ഫേസ്ബുക്കൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ വർക്കൊക്കെ തുടങ്ങിയപ്പോൾ വീണ്ടും അത്. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ജെന്യൂനായിട്ട് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ ഞാൻ നല്ല രീതിയിൽ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതാണ് അവർക്ക് എന്നോടുള്ളൊരു സ്നേഹവും അതൊക്കെ. എനിക്ക് ഈ സമയം പറയാനുള്ള ഷാനുവിന്റെ അടുത്ത് പറയാനുള്ളത്, പണ്ട് എനിക്കൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഒരു റോസ്മോൾ വന്നിട്ട് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാതെ കളഞ്ഞു. ഒരു ഫേക്ക് ഐഡി ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്തു റോസ്മോളോട്. എന്തോ പറഞ്ഞു വന്നപ്പോഴേക്കും എന്തോ ഒരു സാധനം ഞാൻ ഇട്ടൊരു പോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, എന്നെ വന്ന് അതിനകത്ത് ചീത്ത വിളിച്ചപ്പോഴേക്കും ഞാനും തിരിച്ച് റിയാക്ട് ചെയ്തപ്പോ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് കാണാൻ വേണ്ടിയില്ല. അങ്ങനെ റോസ്മോൾ കാരണം എന്റെ ഫേസ്ബുക്ക് പോയി കിട്ടി. ഷാനുവിനെ നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്ന് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ ഫേസ്ബുക്കിൽ നിന്ന് കയറി ഒന്ന് പരതി എഴുതപ്പോഴേക്കും ഒരു സീരിയൽ താരം പറഞ്ഞിരിക്കുന്നത്, ഷാനുവിനെതിരെ പറഞ്ഞിരിക്കുന്നത്, ഷാനു തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആ ഒരു സീതാ സെറ്റിൽ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, അങ്ങനെ ഷാനു അവിടെ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനു ഇപ്പോഴെങ്കിലും പറയാം, എനിക്കൊന്നും പല മാധ്യമങ്ങളിൽ ഇപ്പോഴെങ്കിലും അത് പലരും കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് ഷാനു ഒന്ന് പറയാമോ? ഈ അവസരത്തിൽ ഞാനത് പറയണോ? ഞാൻ ആൾറെഡി രക്തസാക്ഷിയാണ്, ഇനിയും കൊലക്ക് കൊടുക്കണോ? അല്ല, ഇത് നമ്മളിത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രക്തസാക്ഷിത്വം അല്ല, കാര്യം പറയുന്ന അനുസരിച്ചിട്ട് ഇപ്പം നമ്മളിപ്പോ ആദ്യമായിട്ടൊരു കാര്യം പറയുന്നതല്ല. ഒരു സ്ഥാനത്തില് നമ്മള് സോഷ്യൽ നെറ്റ്വർക്കിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന യൂട്യൂബിൽ എന്ന് പറയുന്നത് ഡിജിറ്റൽ സാധനങ്ങളിലെ രേഖകളായിട്ട് കിടക്കും. അപ്പൊ ഷാനുവിനെതിരെ വന്ന ഒരു ആരോപണം, ഷാനു അവിടെ സെറ്റില് അതിൽ അഭിനയിച്ച് നടന്നെ പറഞ്ഞിട്ടുണ്ട്, ഷാനു സെറ്റില് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിപ്പോയതാണ്, അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നതാണ് ആ സീരിയലിൽ നിന്ന്. എനിക്ക് ഈ കുപ്രചരണങ്ങളൊക്കെ, ഈ വാദങ്ങളൊക്കെ ഗണ്ണിക്കാവുന്ന ഒരുപാട് എവിഡൻസും ഡിജിറ്റൽ എവിഡൻസും സ്ക്രീൻഷോട്ടുകളും കളിച്ച കളികളും പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റും സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേ ഒക്കെ എൻ്റെ അടുത്തുണ്ട്. മനസ്സിലായില്ലേ? ആ സമയത്ത് തന്നെ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ അതിലോട്ടൊന്നും പോയില്ല. ഞാനെല്ലാം ദൈവത്തിന് വിട്ടു.
കാലം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഞാൻ 3 വർഷത്തോളം 2.5 വർഷം 3 വർഷത്തോളം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ഒരു സെറ്റാണ് സീതാ സീരിയൽ. ആ ഇടക്കാണ് ആദിത്യൻ എന്ന വ്യക്തി അവിടെ ജോയിൻ ചെയ്യുന്നത്. ഒരുമിച്ച് അഭിനയിക്കായിരുന്നു ആ സീരിയലിൽ? ഇല്ല, ഞങ്ങൾ ഇന്ന് വരെ ഒരുമിച്ച് അഭിനയിച്ചില്ല. അത് വേറെ ട്രാക്ക്, ഞങ്ങളുടെ വേറെ ട്രാക്ക്. പക്ഷേ ഞാൻ അന്ന് പറയാതെ വിട്ട കേസാണ്, വിട്ട കാര്യമാണ്. ഞാൻ അന്നൊന്നും ഓക്കെ ഞാൻ കുറ്റക്കാരനാണ്, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. എൻ്റെ സെറ്റിൽ അതുവരെ ഞാനൊരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരാൾ വന്ന് എന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തി കഴിഞ്ഞാൽ 3 വർഷം ഒരു കുടുംബത്തോടെ കഴിഞ്ഞ ആ സ്ഥലത്ത് ആ കുടുംബാംഗങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുമോ? അങ്ങനെ ഒരാൾ കയറി വന്ന് ഒരാഴ്ച 1 മാസമായ ആള് അവിടെ വന്ന് തെറ്റിദ്ധാരണ പരത്തിയിട്ട് എന്നെ തെറ്റിദ്ധരിക്കണമെങ്കിൽ ധരിക്കട്ടെ. എന്നെങ്കിലും അവരുടെ തെറ്റിദ്ധാരണ മാറുന്ന കാലം ഉണ്ടാവും. ആ കാലം തെളിയിക്കും. കാലം തെളിയിക്കുന്ന സമയത്ത്, തെറ്റിദ്ധാരണ മാറുന്ന സമയത്ത് അവരെന്നെ തിരിച്ച് വിളിച്ചിട്ട് സോറിയെങ്കിലും പറയും, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു എന്നെങ്കിലും പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭവിച്ചു. പക്ഷെ ഞാൻ കേട്ടത് ഷാനു സീരിയൽ സെറ്റില്, സീതാ സീരിയൽ സെറ്റിന്റെ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഷാനു അവിടെ ചെന്ന് പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെയാണ് ഇതില് കേട്ടത്. ഷാനു അങ്ങനെ ഒരു പൊട്ടിത്തെറി അവിടെ നടത്തി? പെട്ടെന്ന് ഈ ഒരു സീരിയലിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അങ്ങനെ സെറ്റിൽ പോയി പൊട്ടിത്തെറിക്കേണ്ടി വന്നു? ആദിത്യനും അമ്പിളിയും ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഓൺലൈൻ ചാനലിൽ. അതിൽ അവര് ഇരുന്ന് എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു വന്നിരുന്നത്. കാരണം സത്യമുണ്ട്, ഞാൻ പൊട്ടിത്തെറിച്ചത് എന്തോ വേണ്ടാത്ത ആംഗ്യം കാണിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് രണ്ടും സത്യം തന്നെ, ഞാൻ ആംഗ്യം കാണിച്ചിട്ട് തന്നെയുണ്ട്. ഉള്ളത് ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. പക്ഷെ അത് ആള് അർഹിച്ചതായിരുന്നു, അതുകൊണ്ടാണ് കൊടുത്തത്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാ എന്നുള്ളതാണ് എൻ്റെ രീതി. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ ചോദിക്കാനുണ്ടെങ്കിലോ അത് മുഖത്ത് നോക്കി ചോദിക്കുക, പറയാ എന്നുള്ളതാണ് എൻ്റെ രീതി. അത് മനസ്സിൽ വെച്ചൊരു പകയായിട്ട് കൊണ്ടു നടന്ന് പിന്നിലൂടെ കുത്തുകയും പാര വെക്കുകയും ഒരാളുടെ തൊഴിലില്ലാതാക്കുകയും അന്നം മുട്ടിക്കുകയും ചെയ്യുന്ന രീതി എൻ്റെ രീതിയല്ല. ഓക്കെ. പക്ഷെ ഷാനു ഞാൻ ഇടപെട്ടോട്ടെ, ഷാനു പറഞ്ഞ ഈ സീരിയൽ നടൻ ഇങ്ങനെ ഷാനു അവിടെ ചെന്നിട്ട് ചെയ്തു, അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്നത് ഷാനു പറയുന്നു. പക്ഷെ വേറൊരു മാധ്യമത്തിൽ തന്നെ ഞാനിങ്ങനെ കൊടുത്ത സംഭവത്തിനകത്ത് ഷാനവാസിനെ തിരികെ കൊണ്ടുവരണം എന്ന് അദ്ദേഹം ഒരു ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യുന്നുണ്ട്. അല്ല, ഒരു ഓഡിയോ ക്ലിപ്പ് ഞാനിങ്ങനെ കേട്ടു. ഞാൻ അതിന് എന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇതിന് മുമ്പ് നടന്ന സംഭവങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളും അതിനൊരു മറുപടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലെല്ലാം ആരോപണങ്ങളല്ല. പക്ഷെ ഷാനു തുറന്നു പറയാത്തോണ്ട് ഞാൻ പറയാം, ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി സീതാ സീരിയലിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അദ്ദേഹം ഇപ്പം ഷാനു പറയുന്നത് ഇന്നൊരു നടൻ കാരണം ഞാൻ മാറി നിൽക്കും എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അതേ നടൻ തന്നെ പ്രൂഫുമായിട്ട് രംഗത്ത് അന്നത്തെ ഇന്റർവ്യൂവിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാനവാസിനെ തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്റെ പൊന്നു ബ്രോ, അത് കേട്ടവരാരാ ചിരിക്കാത്തത്? എന്ത് നിങ്ങൾക്ക് സപ്പോർട്ട് ഒരാൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞില്ല, അത് എവിടെ കൊണ്ടുവരുന്ന കാര്യമാണെന്നുള്ളതാണ്. അതിന്റെ അത് കേട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് ആള് എനിക്ക് വേണ്ടിയുള്ള എല്ലാ പാരകളും പണിതു, പലരെയും തെറ്റിദ്ധരിപ്പിച്ചു. 1 മാസം 1.5 മാസം 2 മാസമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒരു ക്ലൈമാക്സ് ആണ് ആ ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ നടന്നത്. ആ ഒരു ദിവസം ക്ഷമയുടെ നെല്ലിപ്പലക വരെ കണ്ടപ്പോഴാണ് ഞാനൊന്ന് പ്രതികരിച്ചു പോയത്. അതും ലൊക്കേഷനിൽ വെച്ചിട്ട് ആളുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അയാള് ചോദ്യത്തിന് മറുപടി തന്നില്ല. അപ്പോൾ കുറച്ചൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, സീരിയസ് ആയിട്ട് തന്നെ. കാരണം വാൺ ചെയ്തു, വേണ്ട, ഈ രീതിയിൽ ചെയ്യണ്ട, അത് ആർക്കും അത്ര സുഖമുള്ള കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ ക്യാരക്ടർ അവർ അവസാനിപ്പിച്ചു. ആ ഒരു മരിക്കുന്ന സീൻ എഴുതി ഞാനത് സന്തോഷപൂർവ്വം അവർക്ക് അഭിനയിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല ഇത്ര വർഷം ഇത്ര ദിവസം അവിടെ സെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. അവർ വരാൻ പറഞ്ഞ് നമ്മൾ വരും,
പോവാൻ പറഞ്ഞാൽ പോവും, ജീവിക്കാൻ പറഞ്ഞാൽ ജീവിക്കും, മരിക്കാൻ പറഞ്ഞാൽ മരിക്കും. ഇതാണല്ലോ നമ്മുടെ ജോലി. കുറെ കാലം അവർ വില്ലനായിട്ട് ചെയ്യാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറഞ്ഞു, റൊമാൻസ് ചെയ്യാൻ പറഞ്ഞു, റൊമാൻസ് ചെയ്തു, എല്ലാം ചെയ്തു. എന്നെ കൊണ്ട് ആ പ്രോജക്റ്റിന് ഗുണം കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവർ ഒരു സുപ്രഭാതത്തില് ഈ ഒരു ഇഷ്യൂവിന്റെ പുറത്ത്, കാരണം ഞാൻ എൻ്റെ ഡയറക്ടറോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല, എൻ്റെ വേറെ ഒരു കോ ആർട്ടിസ്റ്റിനോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല, എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയോടോ പ്രൊഡ്യൂസറോടോ ഞാൻ മോശമായിട്ട് പെരുമാറിയില്ല. അവർ ഇന്നും എൻ്റെ സുഹൃത്തുക്കളാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. എന്തെന്ന് വെച്ചാൽ, ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ സീത സീരിയലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ നേരം വെളുത്ത് നോക്കുമ്പോൾ കാണുന്ന രംഗമെന്ന് വെച്ചാൽ കുറേ സ്ക്രീൻഷോട്ടുകൾ, ഫേസ്ബുക്കിൽ കുറേ സ്ക്രീൻഷോട്ടുകൾ, ഫേസ്ബുക്കിൽ കുറേ കമൻസ് ഇട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്ന കുറേ പിള്ളേർ കമൻസ് ഇടുന്നു, അതിന് ആദിത്യൻ റിപ്ലൈ കൊടുക്കുന്നു, അങ്ങനെ വരുന്നു. എന്നിട്ട് അതിട്ടിട്ട് എന്നെ എന്താ പറയുക, മുന വെച്ചിട്ട് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതായത് ആ സീരിയലിൽ എൻ്റെ ക്യാരക്ടർ നെഗറ്റീവായ സമയത്ത് എനിക്കത്ര അനുകൂലമായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അതിൽ ഹീറോ ആയിട്ട് ചെയ്തിരുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ ക്യാരക്ടർ കുറച്ച് ഇമ്പോർട്ടൻസ് കുറച്ചിട്ടാണ് എൻ്റെ ക്യാരക്ടറിനെ പോസിറ്റീവായിട്ട് കൊണ്ടുവന്നത്. ആ സമയത്ത് ഈ ഹീറോ ക്യാരക്ടറിന്റെ കുറെ ഫാൻസുകാർ വന്നിട്ട് ഡയറക്ടറെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ ഇതാക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതാണ് ഇതാണെന്നൊക്കെ കൊണ്ട് ഒരുപാട് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടി വിളിച്ചതല്ല, ഹീറോ ആയിട്ട് ചെയ്തിരുന്ന ആൾക്ക് വേണ്ടി വിളിച്ചത്. അങ്ങനെ പിന്നെ എൻ്റെ ക്യാരക്ടർ പോസിറ്റീവായിട്ട് വന്നു, അങ്ങനെ ഇതാക്കി വന്നു. അങ്ങനെ ഇവർക്ക് റൊമാൻസും കാര്യങ്ങളൊക്കെ, ഇപ്പോൾ ഹിന്ദി സീരിയൽസ് കണ്ടിരുന്ന കുറേ കോളേജ് പിള്ളേരും കുറേ ടീനേജും ഒക്കെ നമ്മുടെ സീരിയൽസ് കാണാൻ തുടങ്ങി. അങ്ങനെ അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഹിറ്റായത്. അങ്ങനെ അവർക്ക് ഈ റൊമാൻസ് കാര്യങ്ങളെല്ലാം കാണണം, അതാകണം, അത് നിരന്തരം പറയും. അതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇവരുടെ വൈകാരികമായുള്ള ഇത് നടത്തും. ഇത് ആരാ കമന്റ് ഇടുന്നത്, ഏതൊക്കെ പിള്ളേരാണ്, ഏതാ ID, എനിക്കൊന്നും അറിയില്ല. കുറേയൊക്കെ പിള്ളേർ നമ്മളോട് ഫേസ്ബുക്കിലൂടെ ഇതാക്കുന്ന പിള്ളേരുണ്ടാവും. അവരൊക്കെ യൂട്യൂബിൽ അവരുടെ ഐഡിയിലാണോ അത് അവർ തന്നെയാണോ? ഇപ്പം നമുക്ക് അവരോട് പോയിട്ട് ഇന്ന കമന്റ് ഇടരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ പറയുന്ന ശീലമില്ല. അങ്ങനെ പറഞ്ഞ നാളെ ഇവർ തന്നെ ഇവരെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരിക്കും ഡയറക്ടർ അല്ലെങ്കിൽ വേറെ കോ ആർട്ടിസ്റ്റ്. അവരോട് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, എന്നിട്ട് ഇത് സെറ്റിൽ വന്നു എന്ന് ഞാൻ നമ്മളോട് പറയും. നമുക്കറിയാവുന്ന കാര്യമുണ്ടെന്ന് ഞാൻ ഒരാളോടും എനിക്ക് വേണ്ടി PR വർക്ക് എടുക്കാനോ എനിക്ക് വേണ്ടി എഡിറ്റിംഗ് ചെയ്യാനോ എനിക്ക് പ്രൊമോട്ട് ചെയ്യാനോ ഞാൻ ഒരാളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവര് നമ്മൾ കൊടുക്കുന്ന ഔട്ടിന്, നമ്മൾ കൊടുക്കുന്ന ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ആ ഒരു ആത്മാർത്ഥത കാരണം ആ കഥാപാത്രം ഇഷ്ടപ്പെട്ടിട്ട് അവർ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്, അല്ല നമ്മൾ ആവശ്യപ്പെട്ട് ചെയ്യുന്നതല്ല. ഇത് എന്ത് ചെയ്തു, ഇതിനൊക്കെ വലിയൊരു കാരണമുണ്ട്. ഇതിൻ്റെയൊക്കെ മുൻപ് ഒരു കാര്യം പറയാതെ ഇത് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇത് തുറന്നു പറയല്ലാതെ രക്ഷയില്ല. ചോദിച്ചത് ഞാൻ ഇതിനു മുമ്പ് ഈ ഭയങ്കര ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ഇതേപോലെ ഓൺലൈൻ ചാനൽസും ഒക്കെ വന്നിട്ട് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു താല്പര്യമില്ല. ഞാൻ കണ്ടു 1, 2, 3 ഇന്റർവ്യൂകളിൽ അല്ലെങ്കിൽ ഷാനു കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂവിലും ഇവിടെ വരുമ്പോഴേക്കും ഒരു കട്ടാണ്. അപ്പൊ ഞാൻ ഷാനുവിന്റെ അടുത്ത് ഇപ്പോഴെങ്കിലും അത് ചോദിച്ചാൽ തുറന്നു. കാരണം എല്ലാത്തിനും ഏത് കാലത്തായാലും ഒരു ഉത്തരം വേണ്ടല്ലോ. എന്താണ് ഷാനവാസിന്റെ ഫാനെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ ഒരു ഫാൻസ്. ഇല്ല, ഞാൻ ഒരാളെയും പേടിച്ചിട്ടില്ല. എനിക്ക് ഭൂമിയിൽ എന്റെ ജനിപ്പിച്ച ഉപ്പാനും ഉമ്മാനും പിന്നെ പടച്ച റബ്ബിനും മാത്രമേ എനിക്ക് പേടിയുള്ളൂ. വേറെ ആളെയും പേടിയില്ല. ഒരാളെയും പേടിച്ചിട്ട് പറയാതിരുന്നൊന്നല്ല. ഞാൻ പറയാതിരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയപ്പോഴും കുപ്രചരണങ്ങൾ ഉണ്ടാക്കിയപ്പോഴും വ്യക്തമായ പ്ലാനോടുകൂടി എന്നെ കടന്നാക്രമിച്ചത് തന്നെയാണ്. പ്ലാൻ ചെയ്തതാണ്. ആ ചെയ്തതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ആൾക്കെതിരെ, എൻ്റെ അടുത്ത് എല്ലാ എവിഡൻസും ഉണ്ട്. ഈ പറയുന്നതിനെ മൊത്തം ഗണ്ണിക്കാനുള്ള എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് പോലും ഞാൻ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ വരാതിരുന്നത് ആളും അമ്പിളി ദേവിയും കൂടി ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതുകൊണ്ട് മാത്രം. അവിടെ ഞാനൊരു കല്ലുകടിയായിട്ട് ഉണ്ടാവരുത്. എൻ്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. ദൈവത്തിനെല്ലാം അറിയാം എന്ന്. എൻ്റെ അന്നം മുടക്കാനാണ് ആൾ ശ്രമിച്ചത്. പക്ഷെ അന്ന് മുതലാണ് എനിക്ക് അന്നം കൂടിയത്. ആ 2-2.5 വർഷം സീത മാത്രം ഞാൻ ചെയ്തു. വേറെ ഒന്നും, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ഒരു വർക്ക് എടുക്കാതെ അത് മാത്രം ചെയ്തു. സീത സീരിയല് എന്നെ ഒരു നിമിഷം എൻ്റെ വരുമാന മാർഗം കട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നിൽ മാത്രം ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും. ഇതുപോലത്തെ തീരുമാനങ്ങൾ പലരും എടുത്തു കഴിഞ്ഞാൽ
അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മുതൽ സൂര്യ ടി വിന്ന് താമരത്തുമ്പി എന്ന് പറഞ്ഞ സീരിയൽ വന്നു, മഴയിൽ മനോരമ എന്ന് തകർപ്പനും കോമഡി എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നു, സീ കേരളത്തിൽ നിന്ന് അല്ലിയാമ്പൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നു. 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് സീതാ സീരിയൽ തിരിച്ചു വിളിച്ചു. ഒരു മാസം 4 വർക്കായിരുന്നു. ഞാൻ വീട്ടിൽ പോയത് 2 വർഷത്തിൽ ഞാൻ വീട്ടിൽ പോയത് ചിലപ്പോൾ കൂട്ടി വന്ന് 10-15 ദിവസമായിരിക്കും. അത്രയും ബിസി ആയിട്ട് അതിൻ്റെ ഇടയിൽ ഉറക്കല്ലാതെ ഞാൻ ഈ ചേർത്തല അരൂർ ഡിവൈഡറും കൂടെ കയറി കാർ ആക്സിഡന്റ് ആയി ഉറക്കല്ലാതെ തിരുവനന്തപുരം എനിക്ക് നന്നായിട്ട് അറിയാം. ഷാനുവിന്റെ വണ്ടി തന്നെ എനിക്ക് തോന്നുന്നു ഷൂട്ടിനിടയിൽ വണ്ടി നോക്കുമ്പോഴേക്കും ഇന്ന സീരിയലിന് വേണ്ടി ഇത്ര ഒരു പെട്ടി, അടുത്ത സീരിയലിന് വേണ്ടി ഇത്ര പെട്ടി. ഞങ്ങൾക്ക് ഷാനു ഇല്ല ബ്രോ, ഞാൻ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ തിരുവനന്തപുരം പോകും, അവിടെ ഷൂട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അടുത്ത അത് തിരിച്ചു വന്നിട്ട് അടുത്ത കൊച്ചിയിലെ ഷൂട്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഉറങ്ങിപ്പോയി ബ്രോ. ഞാൻ ഉറങ്ങിപ്പോയി. ഡിവൈഡർ മറ്റേ അരൂർ വെച്ചിട്ട് ഡിവൈഡറിന് കൂടെ കയറിയ വണ്ടി എൻ്റെ എന്തോ ഭാഗത്ത് എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തിന് എനിക്കൊന്നും പറ്റില്ല. വണ്ടിക്ക് കുറെ ടയറൊക്കെ പൊട്ടിത്തെറിച്ച് പോയി ഇതാക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ട്രിവാൻഡ്രത്തോട്ട് ഷൂട്ടിന് പോവാം. പിറ്റേന്ന് രാവിലെ അവിടെ എല്ലാം ചാർട്ട് ചെയ്ത് അവിടെ റെഡിയാക്കി വെക്കുക. രാത്രി 10 മണി 8-9 മണിക്കാണ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. ഇവിടെ രാജേഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് ഇവിടെ എറണാകുളത്ത്. അവനെ വിളിച്ചു. ചേർത്തല അവൻ്റെ ഒരു അളിയൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട്, അയാളെ വിളിച്ചു. അയാൾ കാർ ഇവിടെ സൈഡാക്കിയിട്ട് അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ചാവി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെറുത് അടുത്ത എയർബസിന് ഞാൻ ബാഗ് എടുത്ത് ഞാൻ പോയി. ഞാൻ പിറ്റേന്ന് രാവിലെ മുതൽ ഭയങ്കര പെയിനായിരുന്നു, ബോഡി മൊത്തം പെയിനായിരുന്നു, എന്നാലും അഭിനയിച്ചു. എനിക്കറിയാം. കാരണം 3 മണിക്ക് താഴെ പിടിക്കൊക്കെ വന്നിട്ട് എപ്പോഴും ഞാൻ ഈ അല്ല തകർന്നും കൂടി എല്ലാവരും വന്നോന്നൊക്കെ ഒന്ന് വിളിച്ചിട്ട് എല്ലാവരും കിട്ടുമ്പോഴേക്കും ഷാനുവിനെ കിട്ടാതെ എത്തും ബ്രോ, രാവിലെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് പോലും ഷാനുവിനെ ഞാൻ കാണുന്ന സമയത്ത് പറഞ്ഞാല് ഞാൻ രാത്രി ഹോട്ടൽ വിളിക്കുമ്പോൾ ഷാനവാസ് ചെക്കിങ് ആയിട്ടില്ല. പക്ഷെ രാത്രി ഷാനവാസിന്റെ മൊബൈലിൽ കിട്ടുന്നില്ല. പക്ഷെ രാവിലെ 10 മണിക്ക് ഷൂട്ടിംഗ് ഫ്ലോർ തുടങ്ങാൻ വേണ്ടി അവിടെ ഷൂട്ടിംഗിൽ എല്ലാവരും റെഡി ആയിട്ടിരിക്കുമ്പോൾ ഷാനു ഹാജരാണ്. മേക്കപ്പ് ചെയ്തിട്ട് ഷാനു ഇവിടെ എത്തിയിരിക്കും. പഞ്ച്വാലിറ്റി ഷാനു കാണിക്കാറുണ്ട്. അല്ല, നമ്മൾ ചെയ്യുന്ന വർക്കിൽ ആത്മാർത്ഥത കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതായിട്ട് എല്ലാം ഫേവറായിട്ട് എല്ലാ കാര്യങ്ങളും വരുന്നത്. അതിൽ എന്തായാലും ആത്മാർത്ഥത കാണിക്കുക. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ ഫീൽഡിൽ എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിക്കുമ്പോഴേ നമ്മൾ പ്രശ്നക്കാരനായിട്ട് മാറും. ആ സമയത്ത് ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങളിൽ പോയിട്ട് തലയിട്ട് കണ്ട് വെറുതെ എന്തിനാ ഒരു പ്രശ്നക്കാരനാണെന്ന് എഴുതിയിട്ടാണ് ഞാൻ മനഃപൂർവ്വം ഈ ഇഷ്യൂവിൽ നിന്നും മാറിയുന്നത്. എനിക്ക് വർക്കിനൊരു കുറവുമില്ല. എൻ്റെ അന്നം മുട്ടിക്കാൻ നോക്കിയിട്ടും ഞാൻ എൻ്റെ അന്നം മുട്ടിയിട്ടില്ല. എനിക്കതിൽ പൂർവ്വ ശക്തിയോടെ ദൈവം തന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇതൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ തിരിഞ്ഞു പോകുന്നു. ഞാനിത് എവിടെയും പറയണ്ടെന്ന് വിചാരിച്ചതാ. ഇതെല്ലാം ചോദിച്ച സ്ഥിതിക്ക് ഇപ്പോഴും ഞാൻ ആൾക്കാരുടെ മുന്നിൽ ഞാനൊരു കുറ്റക്കാരനായി നിൽക്കുക. 2 വർഷമായിട്ട് ഞാൻ കുറ്റക്കാരനായി നിൽക്കുക. എന്നാലും അതങ്ങനെ കിടന്നോട്ടെ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. ഇതെന്തെന്ന് വെച്ചാൽ ആദിത്യൻ സിനി ലൈഫ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ചാനലിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആദിത്യൻ പറയുന്നുണ്ട് 10 വർഷം മുമ്പേ എനിക്ക് ഷാനവാസിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത്രയും നാളുകളായിട്ട് ഫീൽഡിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ടൊരു സിനിമ, ചെറിയൊരു കൊച്ചു സിനിമ, റിതം എന്ന് പറഞ്ഞൊരു കൊച്ചു സിനിമ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ 3 ഫ്രണ്ട്സ് കൂടിയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത് ഞാനാണ്, വില്ലൻ ക്യാരക്ടർ ചെയ്തത് ആദിത്യനാണ്, പ്രശാന്താണ് അതിലൊരു കൂടെയുള്ള വേറൊരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ആ ഇഷ്യൂ ആ ഇന്റർവ്യൂവിൽ തൊട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ 10 വർഷം മുമ്പ് ഞാനൊരു പ്രശ്നക്കാരനാണെന്നുള്ളത് ഇട്ടിട്ടാണ് ആള് പോകുന്നത്. എന്താ പ്രശ്നം എന്ന് പറയുന്നില്ല. ആ പ്രശ്നം കൂടി ഞാൻ ഇവിടെ പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിനകത്ത് ഈ 10 വർഷം പക കൊണ്ട് നടന്നു എന്നുള്ളതാണ് സീതാ സീരിയലിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം എന്തിനാണ് ഈ വ്യക്തി എനിക്കിട്ട് ഇങ്ങനെയുള്ള പണി തന്നത് എന്നുള്ളത് ഞാൻ ആലോചിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഇന്റർവ്യൂ കണ്ടപ്പോൾ പറഞ്ഞത് 10 വർഷം മുമ്പ് ഷാനുവിൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനെ തോന്നി. അപ്പോഴാണ് എൻ്റെ ഓർമ്മ 10 വർഷം ബാക്കിലോട്ട് പോകുന്നത്. 10 വർഷത്തിന് മുമ്പ് അപ്പം ഈ പറയുന്ന വ്യക്തിയെ ദ്രോഹിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു? ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളന്ന് സിനിമ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് അഭിനയം ഭയങ്കര മോഹമാണ്. അപ്പോൾ അതിനു വേണ്ടി ചാൻസും ട്രൈ ചെയ്ത് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് എൻ്റെ 3 ഫ്രണ്ട്സ് എൻ്റെ ആഗ്രഹം കാരണം ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണം ചെറിയ കൊച്ചു സിനിമ, നമുക്ക് നല്ലൊരു ഡയറക്ടർ. അപ്പോൾ എൻ്റെ സുഹൃത്ത് പ്രദീപ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലുള്ള ഒരു സുഹൃത്തുണ്ട്. ഞാൻ ചെന്നൈയിൽ പോകുന്ന സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആളുടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ, ഞങ്ങളുടെ ബഡ്ജറ്റിനുള്ളിൽ നല്ലൊരു കൊച്ചു സിനിമ
ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതിൽ ഒരു 3 സെൻട്രൽ ക്യാരക്ടർ വേണം. ഒന്ന് സെൻട്രൽ ഒരു ഹീറോ ആയിട്ട് ഞാനും വില്ലനായിട്ട് ആദിത്യനാണ് ഞാൻ വിളിച്ചു ഡയറക്ടർ പറഞ്ഞത്. ആദ്യത്തിന് നമുക്ക് ഇതിനു മുമ്പ് അറിയില്ല. അങ്ങനെ ആദ്യത്തിന് വന്ന് ആദിത്യനായിട്ട് അഗ്രിമെന്റ് വെച്ചു. ആ സിനിമക്ക് 50,000 രൂപയാണ് ആദിത്യന് ബഡ്ജറ്റ് ഇട്ടത്, റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്തത്. 25,000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തതിന് 30 ദിവസത്തെ ഷൂട്ട്, 15 ദിവസം ആദ്യം, അത് കഴിഞ്ഞിട്ട് 10 ദിവസം ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഫണ്ട് റേസ് ചെയ്യണം നമ്മുടെ പിള്ളേർക്ക്. ഫണ്ട് റേസ് ചെയ്തിട്ട് അടുത്ത 15 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ട് ബ്രേക്ക് വെച്ചിട്ട് അടുത്ത 15 ദിവസം അടുത്ത ഷൂട്ട് വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 15 ദിവസത്തെ ഷൂട്ട് സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ 10 ദിവസം ബ്രേക്ക് വെച്ചു. അടുത്ത 15 ദിവസം ക്യാഷ് അവർ റൈസ് ചെയ്തു. ക്യാഷ് വന്നതിന് ശേഷം അടുത്ത 15 ദിവസത്തിന് ഡേറ്റിന് വേണ്ടി എല്ലാവരും വിളിക്കുമ്പോൾ ആദിത്യൻ പറഞ്ഞു, എനിക്ക് ബാക്കിയുള്ള തുകയും കൂടി തന്നാലേ ഞാൻ അഭിനയിക്കാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ അവർക്ക് 2 ദിവസം കൂടുമ്പോൾ ഫണ്ട് വരും, അത് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം വേറെ ഫണ്ട് വരും. അങ്ങനെ ഓരോ ദിവസവും ഫണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവർ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന അവിടുന്ന് കിട്ടുന്ന കളക്ഷനൊക്കെ അനുസരിച്ച് ഇങ്ങനെ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ക്രൈസിസ് അവനറിയാം. അപ്പൊ അവന്റെ വിചാരം ഇവനിത് സിനിമ തീർന്നു പോകുമ്പോഴേക്ക് അവന് ക്യാഷ് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെല്ലാവർക്കും ക്യാഷ് കൊടുത്തിട്ട് ഡബും ചെയ്തിട്ട് ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ പോകാൻ. എല്ലാവരും അല്ലാതെ ഇത് സംഘടനയിലോട്ട് പോകും, ഇത് റിലീസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ മറ്റേ ഈ ആദ്യത്തിനോട് നമ്മളെ ഫ്രണ്ട്സ് പറഞ്ഞു, ആദ്യത്തെ ഇനിയും പകുതി ഷൂട്ട് ചെയ്യാനല്ലേ, അത് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഡബിങ്ങും കഴിഞ്ഞതിന് ശേഷം ഫുൾ പേയ്മെന്റ് തരാം എന്ന് പറഞ്ഞു. അത് പറ്റില്ല, എനിക്ക് അഡ്വാൻസ് എടുത്ത് തന്നാലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഉടക്കിയ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് വന്നിട്ട്, ഷാനു നീ അവൻ്റെ ഫ്രണ്ട് അല്ലേ, നിങ്ങൾ 15 ദിവസം കൊണ്ട് നല്ല ക്ലോസ് ആയല്ലോ, നീ ഒന്ന് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യത്തിന് വിളിച്ചു, ആദ്യത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, സഹായിക്കും, ഞങ്ങളെല്ലാം ഒരു കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്, ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്, നീ ഒന്ന് നിന്ന് താ. ഹലോ, നീ ആരാ സംസാരിക്കാൻ? നീ ഒരു ആർട്ടിസ്റ്റാണ്, നീ നിന്റെ പണി നോക്കിയാൽ മതി. പ്രൊഡ്യൂസേഴ്സിനോട് സംസാരിക്കാനുള്ള ഞാൻ സംസാരിക്കാൻ എൻ്റെ കണ്ടീഷൻസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവരുടെ കൂടെ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ഈ രീതിയിൽ പറയരുത്. ആദ്യത്തൻ ഇതിൽ കമ്മിറ്റ് ചെയ്തു 15 ദിവസത്തെ ഷൂട്ട് ആദ്യത്തിനെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 20,000 അഡ്വാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അത് ആദ്യത്തൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ തേടേണ്ടി വരും, സംഘടന വഴിയൊക്കെ തേടേണ്ടി വരും എന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ, എന്നാൽ ഞാനൊന്ന് കാണിച്ചുതരാം, സംഘടനയുടെ ഫലം ആർക്കാണെന്നുള്ളത് ഞാനും കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ആളെന്ത് ചെയ്തു, നേരെ രാജംബി ദേവേട്ടനെ വിളിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നീട് അറിയുന്നത്, രാജംബി ദേവേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയം, രാജംബി ദേവേട്ടൻ ഞങ്ങളെ സിനിമയിലില്ല. രാജംബി ദേവ് ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാനൊരു സിനിമ കമ്മിറ്റ് ചെയ്തിരുന്നു, 15 ദിവസം ഞാൻ അവിടെ അഭിനയിച്ചു, എനിക്കൊരു രൂപ പോലും തന്നില്ല. ഇപ്പം അടുത്ത 15 ദിവസത്തിന് വിളിച്ചപ്പോൾ ഞാൻ ക്യാഷ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ ക്യാഷ് തരുന്നില്ല, ക്യാഷ് ലാസ്റ്റിലേ തരുള്ളൂ എന്നും പറയാണ്. പിന്നെ ചോദിക്കുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ചേട്ടൻ തെറ്റിദ്ധരിപ്പിച്ചു. ചേട്ടൻ ആഹാ നാ ഒന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് സകല സംഘടനയിലേക്കും വിളിച്ചിട്ട് ഈ സിനിമ ബ്ലോക്ക് ചെയ്തു. ടെക്നീഷ്യൻസിനെ, യൂണിറ്റിനെ, ക്യാമറമാനെ ഒന്നും വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല, ഇങ്ങനെ ഇഷ്യൂ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആരാത് കംപ്ലൈൻറ്റ് ചെയ്തത് ചോദിച്ചു. രാജംബി ദേവട്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ രാജംബി ദേവട്ടൻ്റെ അഡ്രസ്സ് തപ്പി വീട്ടിലോട്ട് പോയി. ചെന്ന് കയറി ഉടനെ തന്നെ ഞങ്ങൾ നന്നായിട്ട് അങ്ങോട്ട് വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്താ വിചാരിച്ചു, ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി അഭിനയിപ്പിച്ചിട്ട് നിങ്ങൾ റെമ്യൂണറേഷൻ കൊടുക്കാതെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു, അങ്ങനെ പോക്കിരികൾ ഇവിടെ സിനിമയിൽ വേണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെ കയ്യിലുള്ള എഗ്രിമെൻ്റ് എടുത്ത് സാർ ചേട്ടൻ്റെ മേശപ്പുറത്തോട്ട് വെച്ചു. സർ നോക്കൂ സർ, 50,000 രൂപയാണ് അവൻ്റെ റെമ്യൂണറേഷൻ, 25,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, ഇനി 25,000 രൂപ ബാലൻസ് കൊടുക്കാനുണ്ട്, അതിന് 15 ദിവസത്തെ ഷെഡ്യൂൾ ബാക്കിയുണ്ട്, ആൾ ഡബ് ചെയ്യാനും ബാക്കിയുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ഞങ്ങളെ ഫുൾ പേയ്മെൻറ്റും കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് സംഘടനയിൽ ഇതാകാം, അവർക്ക് മറ്റേ സിനിമ ബ്ലോക്ക് ചെയ്യാം, അതിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുവരെ നിൽക്കാതെ ഈ അഡ്വാൻസ് തന്നാലേ ഇതൊക്കെ ഞങ്ങൾ കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്താൽ പോകുന്നത് സാർ. അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറഞ്ഞേക്ക് ആള് ഫോൺ എടുത്തിട്ട് ആദിത്യനെ വിളിച്ചു ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. നീ എന്താ വിചാരിച്ചു, നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ, നീ ആയോ, നീ എന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പിള്ളേരുടെ ഒരു സിനിമ വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു. വഴക്ക് മര്യാദക്ക് നീ അത് പോയി അഭിനയിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ ഇനി സിനിമാ ലോകം കാണില്ല എന്ന് പറഞ്ഞു. അത് അയാൾക്ക് ഭയങ്കര ഇൻസൾട്ടിങ് ആയി. അയാൾ വന്ന് അഭിനയിച്ചു, ഞങ്ങളെ മുന്നിൽ 15 ദിവസം ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കിയിട്ടില്ല. ആള് വന്ന് അഭിനയിക്കും, റൂമിൽ പോകും, കാര്യങ്ങളൊക്കെ കസേരയിലിരിക്കും. ഇങ്ങനെ ഇത് രാജമിതോടെ ഞങ്ങൾ ബുദ്ധിമുട്ട് കണ്ടിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ക്യാഷ് പോലും വാങ്ങാതെ ഫ്രീ കോസ്റ്റിന് ഞങ്ങളുടെ നായികയുടെ അച്ഛനായിട്ട് അഭിനയിച്ച് തരികയും ചെയ്തു ഇതേ സിനിമയിൽ. അപ്പോൾ ആ അന്നത്തെ പക വെച്ചിട്ടാണ് എനിക്കുള്ള പണി സീതാ സീരിയൽ തന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ഇയാള് അവിടുത്തെ അയാൾ വരുന്ന സമയത്തെ കറണ്ട് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എൻ്റെ ഇന്ദ്രൻ്റെയും സീതയുടെയും വിവാഹം നടന്നിട്ട് അവിടെ അപ്പോൾ ഹണിമൂണിന് പോകുമ്പോൾ കുറച്ച് റൊമാൻസ് സീക്വൻസ് എല്ലാം കാണാം, പ്രണയമായുള്ള കുറേ സീൻസ് കാണാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവിടെ സീൻപരമായിട്ട് ഇതിന് പോകാൻ പറ്റില്ല, മറ്റേ ഹണിമൂണിന് പോകാൻ പറ്റില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ. അതേപോലെ ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന രാമൻ എന്ന കഥാപാത്രത്തിന് ദേവി എന്ന കഥാപാത്രത്തിന് കല്യാണം കഴിഞ്ഞു. അവരെ ഹണിമൂണിന് വിടുകയല്ലാതെ വേറെ ട്രാക്കൊന്നും പോകാനില്ലായിരുന്നു. അപ്പോൾ അവരെ ഹണിമൂണിന് വിടുന്ന സീക്വൻസ് ആണ് വരാൻ പോകുന്നത്. അത് വള്ളയിൽ വരാൻ പോകുന്നതാണ്, ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഈ പ്ലാനിങ് ആദിത്യം കേട്ടിട്ട് ആദ്യം എന്ത് ചെയ്തു, നേരെ ഫേസ്ബുക്കിൽ ആദിത്യൻ്റെ അക്കൗണ്ടിൽ ഈ രാമൻ്റെയും ദേവിയുടെയും ഫോട്ടോ ഇട്ടിട്ട് അതിനൊരു ക്യാപ്ഷൻ ഇട്ടു, രാമൻ ദേവി ഇനി വരും ദിനങ്ങൾ നിങ്ങളുടേത്, നിങ്ങളുടെ ഹണിമൂൺ നിങ്ങൾ ആഘോഷിക്കുവിൻ. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനൊരു ഇതിട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഇതിൻ്റെ താഴെ വരുന്ന കമൻസിന് മുഴുവൻ ഇരുന്ന് റിപ്ലൈ ചെയ്യാം. എന്താ ഇന്ദ്രനും സീതക്കും മാത്രം സീൽ ചെയ്താൽ മതിയോ, മറ്റുള്ളവർക്ക് ചെയ്യേണ്ടേ, എന്താ അവർ മാത്രം അത്ര വലിയ സംഭവം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതാക്കുക. പിന്നെ കുറേ ഫേക്ക് ഐഡിന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഡയറക്ടർക്കും ഇവർക്കൊക്കെ ഓരോ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് തെറികളും അനാവശ്യ കമൻസും ഒക്കെ. ഇതൊന്നും എനിക്കറിയില്ല, അത് ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതെല്ലാം ആദിത്യൻ്റെ ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു എന്ന്. കാരണം എനിക്കിട്ട് പണി തരാൻ വേണ്ടി എന്നിട്ട് എന്ത് ചെയ്യും, ഈ സ്ക്രീൻഷോട്ടുകളെല്ലാം എടുത്ത് ഞാൻ ഇത് അറിഞ്ഞ ഉടനെ ഞാൻ ഇവൻ്റെ അക്കൗണ്ടിൽ കയറി എന്നെ കുറേ പിള്ളേർ ഇൻഫോം ചെയ്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നുണ്ട്. ഞാൻ കയറി നോക്കി, ഞാൻ അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു, ഇപ്പം കളിച്ച കളികളും വാട്സപ്പിലൂടെ എന്നിട്ട് ഇതെന്ത് ഈ സ്ക്രീൻഷോട്ട് മുഴുവൻ എടുത്തിട്ട് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും മറ്റേ കൺട്രോളർക്കും ഇതിലെ മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക, പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക. എന്നിട്ട് ഇവരോട് പറയാം, ഇതൊക്കെ ഷാനവാസ് കമന്റ് ഇടിയിപ്പിക്കുന്നതാണ്, ഇതൊക്കെ മനഃപൂർവ്വം മറ്റുള്ളവരെ കൊണ്ട് ഫേക്കിൽ വന്നിട്ട് അവനിടുന്നതാണ്, മറ്റുള്ളവരെ കൊണ്ട് ഇടിയിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ എന്നോടുള്ളൊരു വൈരാഗ്യം കുത്തിവെച്ചു. ഇത് 2 മാസമായിട്ട് ഇവരുടെ മനസ്സിൽ ഇതും കടന്ന് കളിക്കുവാണ്. ഈ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവരുടെ മനസ്സിൽ ഈ സംഭവം കിടക്കുവാണ്. എന്നോടുള്ള ദേഷ്യം എന്നോട് പ്രകടിപ്പിക്കുന്നില്ല, കാണുമ്പോൾ ചിരിക്കും. അതിന്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ കമന്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, അതിപ്പം ആരുടെ ഫേക്ക് അക്കൗണ്ട് ആണ് ഐഡി എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിയും ഞാനൊരു കാര്യം പറയാം. ഒരു ദിവസം എന്റെ കാറ് ഞാൻ വിചാരിക്കാത്ത രീതിയിൽ തന്നെ പഞ്ചറായ ഒരവസ്ഥ വന്നു. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒരു സ്ഥലത്ത് എത്തേണ്ട ആവശ്യമുള്ളതിനാൽ ഈ കാറ് ഒതുക്കിയിട്ടിട്ട് ഞാൻ നമ്മുടെ KSRTC ബസ്സിൽ ഒന്ന് യാത്ര ചെയ്തു. അത് കുറച്ചു ദൂരം ഉണ്ടായിരുന്നു, 45 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഈ 45 കിലോമീറ്റർ പോയപ്പോഴേക്കും ഇരിക്കാൻ സീറ്റും കിട്ടിയില്ല. ഈ കോവിഡ് കാലത്തിന് മുമ്പ് ഞാനിങ്ങനെ കൈയും പിടിച്ചിങ്ങനെ നോക്കിയപ്പോഴേക്കും ഫ്രണ്ടിലിരിക്കുന്ന ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി, അവളുടെ കുറെ ഫ്രണ്ട്സ് കാര്യങ്ങള്, അതിന്റെ ഇപ്പുറത്തിരിക്കുന്നത് ഇതിലെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്, എന്തോ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് കേട്ടോണ്ടിരിക്കുമ്പം അടുത്ത ആള് വിളിച്ചിട്ട്, എടി അത് ഫോർവേഡ് ചെയ്യും, ഷാനൂക്ക വരുന്ന അത് വെച്ച് ഫോർവേഡ് ചെയ്യുന്നു. അപ്പൊ ഞാനിത് എന്താ ഇവർ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് എന്താ ഷാനൂക്ക എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നോക്കിയപ്പോ എന്താ പറയുമോ, ഞാൻ കൈ പിടിച്ച് എത്തി നോക്കുമ്പോഴേക്കും സംഭവം നടക്കുന്ന പറഞ്ഞാല് ഷാനവാസ് അവിടെ കോമഡി ഷോയ്ക്കകത്ത് സ്കിറ്റ് കളിക്കുന്നത് ബാക്കിയുള്ള സംഭവം ഇക്കാടെ ഇതും കാണാൻ വേണ്ടി കുട്ടിയല്ല. എന്റെ ഷാനു ഇത്രയും ഗേൾ ഫ്രണ്ട്സ് ഒക്കെ എവിടെ നിന്ന് ഇത്രയും ആരാധകര്, കാരണം ഷാനുവിനെ കാണാൻ വേണ്ടി വീണ്ടും ഫോർവേഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് അവരുടെ ഇടയിലേക്ക് എങ്ങനെയാണ് ഈ പെട്ടെന്ന് ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും വലിയൊരു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഒരു ഫാൻ ഫ്ലോ എന്റെ ഷാനുവിനുണ്ടല്ലോ. അതെങ്ങനെയാണ് ഷാനുവിലേക്ക് ഏത് സീരിയൽ മുതലാണ് എത്തിയത്? അത് കുങ്കുമപ്പൂ തൊട്ട് ആൾക്കാരുടെ മനസ്സിൽ കയറി കൂടാൻ പറ്റി. പിന്നെ ഏറ്റവും കൂടുതൽ കയറി കൂടാൻ പറ്റിയത് സീത സീരിയലാണ്. അത് അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഇഷ്ടപ്പെട്ട മൊമെന്റ്സ് മാത്രമല്ല, നമ്മള് യൂട്യൂബിൽ തന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ ഡിജിറ്റലി പോലും ട്രെൻഡിങ് 1-ലും 2-ലും എപ്പോഴും മാറി മാറി എല്ലാ എപ്പിസോഡും ട്രെൻഡിങ് 1-2 വരായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ പിന്നാലെ സംഭവിച്ചോളൂ. അങ്ങനെ ഇത് ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് 2 മാസമായിട്ട് ഇയാൾ എന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ തെറ്റിദ്ധാരണ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്.
അപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എനിക്കെതിരെ മുന വെച്ചുള്ള എല്ലാവരുടെയും സംസാരം. ഒരാൾ പോലും ഇല്ല എനിക്ക് ഫേവറായിട്ട് സംസാരിക്കുന്നവര്. ഞാൻ 3 ദിവസം ഇത് നോക്കി നിന്നു. അതിൽ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന നമ്മളെ പ്രൊഡക്ഷനിലെ പിള്ളേര് വരെ ആ ഗ്രൂപ്പിനകത്തുണ്ട്. ഞങ്ങൾ ആരും അങ്ങനത്തെ പരസ്പരം വ്യത്യാസം കാണിക്കുന്ന ആൾക്കാരല്ല, കാറ്റഗറി തിരിച്ചിരിക്കുന്ന ആൾക്കാരല്ല. എല്ലാവരും തോളിൽ കൈയിട്ട് കളിച്ച് ചിരിച്ച് ഒന്നിച്ച് ഉണ്ട് ഉറങ്ങി പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഇത് വായിച്ച് എന്നെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുക. ഇതിനെക്കുറിച്ച് അറിയാത്തവർ എന്നെ ഞാൻ ഇങ്ങനെ എനിക്കെന്തിനാ ബ്രോ ഇങ്ങനെ കുങ്കുമപ്പൂ തൊട്ട് ദൈവാധീനം കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ കയറിക്കൂടാൻ പറ്റിയൊരു ഭാഗ്യമുള്ളൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. ഈ ചെറിയ ഇതിലാണെങ്കിലും ടെലിവിഷൻ രംഗത്ത് ആൾക്കാരുടെ മനസ്സിൽ കയറിയിട്ട് എനിക്കിനി ഒരാളെ പാര വെച്ചിട്ടോ ഒരാൾക്കെതിരെ ഇതുപോലുള്ള കുപ്രചരണങ്ങൾ ഉണ്ടാക്കിയിട്ടോ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഒരാളെ തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടോ നിലനിൽക്കേണ്ട ഒരു അവസ്ഥ ദൈവാധീനം കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് സീരിയൽ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെതായുള്ള ചെറിയ പോപ്പുലാരിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഇന്ന് വരെ എനിക്കുള്ള വരുന്ന വർക്കുകളെല്ലാം കിട്ടുന്ന വർക്കുകളെല്ലാം 100% നീതി പുലർത്തി ഞാൻ ഡയറക്ടർ മനസ്സിൽ വിചാരിക്കുന്നതിന്റെ അപ്പുറം ഞാൻ കൊടുക്കാൻ ഞാൻ നോക്കാറുണ്ട്, കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നല്ല നല്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ മിസ്സിസ് ഹിറ്റ്ലർ ആണെങ്കിലും ഇതിനു മുമ്പ് എന്നെ വിളിച്ചത് പുരുഷോത്തമൻ സാറിന്റെ എൻ്റെ കുട്ടികളുടെ അച്ഛനിലോട്ടായിരുന്നു. അത് എനിക്ക് നിർഭാഗ്യവശാൽ പോകാൻ പറ്റിയില്ല. അതിലാണെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കുന്നത് ഞാൻ കൊടുക്കുന്ന ആത്മാർത്ഥതയാണ്, നീതി പുലർത്തുന്നതുകൊണ്ടാണ് എൻ്റെ കഥാപാത്രത്തിനോട്. അങ്ങനെയുള്ള എനിക്ക് എന്തിനാണ് മറ്റുള്ളവരെ തലയിൽ ചവിട്ടി മേലോട്ട് പോകേണ്ട കാര്യമോ കുതികാലി വെട്ടി നിലനിൽക്കേണ്ട കാര്യമോ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. വരുമ്പോഴല്ലേ നമുക്ക് അതിലോട്ടൊക്കെ പോകണ്ടുള്ളൂ. അങ്ങനെ ഒരു ചീപ്പായിട്ട് എനിക്ക് ചിന്തിക്കാനും പറ്റില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കില്ല. എനിക്ക് എൻ്റെ അളവിൽ വരേണ്ടത് വരും എന്ന് എനിക്ക് വിധിച്ചത് എനിക്ക് കിട്ടും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളുടെ ചാൻസും ഇല്ല എന്നൊക്കെ. എന്നെ കൂടെ ഇപ്പോഴും എൻ്റെ കൂടെ മിസ്സസ് ഹിറ്റ്ലർ ചെയ്യുന്ന എൻ്റെ കൂടെ കുറച്ച് ന്യൂ ഫേസുകളായ പിള്ളേരുണ്ട്, 2-3 സീരിയൽസിന്. അവർക്കൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. അവരെ പൊക്കിക്കൊണ്ടുവരാനേ ഞാൻ ശ്രമിക്കാറുള്ളൂ. അല്ലാതെ എൻ്റെ പണി കഴിഞ്ഞ് ഞാൻ എൻ്റെ സീറ്റിൽ പോയി ഇരിക്കാറില്ല. ഞാൻ മോണിറ്ററിൽ പോയിട്ട് എന്തെങ്കിലും അപാകത കണ്ട് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ബ്രേക്ക് ടൈമിൽ ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവർ ഉൾക്കൊള്ളും. എന്നോടൊന്ന് ചോദിക്കുക എന്താ ശ്രദ്ധിക്കും. അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ്, ഒരാളെ ഇത് വെട്ടുന്ന ആൾ. ഇങ്ങനെ ഇത് മറ്റോട്ട് വരാം. നിരന്തരം എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇതില് ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല. ഞാൻ ഒന്നാമത് പല ഇന്റർവ്യൂസും ഞാൻ റിജക്ട് ചെയ്തത് തന്നെ എനിക്ക് പല വ്യക്തികളുടെയും പേര് പറയേണ്ടി വരും. ഞാൻ അവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കൂടെപ്പിറപ്പുകളെ പോലെ കാണുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ വേദന വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പല പ്രാവശ്യം പല ഇന്റർവ്യൂസൊന്നും ഈ ചോദ്യങ്ങളിൽ നിന്നും സ്കിപ്പായതും എന്നെ ഇന്റർവ്യൂസിന് ഇതിന് പ്രതികരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അത് സ്കിപ്പായതൊക്കെ അത് കാരണം കൊണ്ടാണ്. അതും ഒരു കാരണമാണ്. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റും. കാരണം ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ കുറ്റക്കാരനാവണം. അപ്പൊ അത് ആരുടെ ഇതിനാ വരുന്നത്? ഒരു സംശയം ആദ്യത്തിനാണ്. ആദ്യത്തിന്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളും ഇതൊരു ഇഷ്യൂ ആയതിനു ശേഷം ആദിത്യന്റെ പ്രൊഫൈലിൽ പോയിട്ട് ഈ ഫോട്ടോ വെച്ചിട്ട് രാമന്റെ ദേവിയുടെ ഫോട്ടോ വെച്ചിട്ട് അവൻ ഇട്ട കുരുക്ക് അവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതവിടെ ഇല്ല. പിന്നെ ആ കമന്റ്സ് 300-350 കമന്റ്സ് ഉണ്ടായിരുന്നു റിപ്ലൈ കൊടുത്തത്. അതൊന്നും അവിടെ ഇല്ല. എല്ലാം റിമൂവ് ചെയ്ത്, ആ പോസ്റ്റേ റിമൂവ് ചെയ്ത്. കാരണം തെളിവാണല്ലോ അത്. പക്ഷെ അതിനു മുമ്പ് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് ഇന്നും എന്റെ പെൻഡ്രൈവിൽ അത് കിടക്കുന്നുണ്ട്. എന്നെ ഇതിന്റെ കൂടെ ആദ്യത്തിന്റെ കൂടെ നിന്നിരുന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിന്നിരുന്ന് തെറ്റിദ്ധാരണ കൊണ്ട് കൂടെ നിന്നിരുന്ന് ഒരാളും ഒരു ആർട്ടിസ്റ്റും എന്നെ വിളിച്ചിട്ട് എന്നെ കാരണം എന്നെ സീരിയൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവര് കട്ട് ചെയ്ത് വിട്ടു. എന്റെ ക്യാരക്ടർ അവസാനിപ്പിച്ചു. അത് ഈ ആർട്ടിസ്റ്റിന് അതൊരിക്കലും അയാള് വിചാരിച്ചില്ല. കാരണം എന്തെങ്കിലും പണിഷ്മെന്റോ അല്ലെങ്കിൽ എന്റെ കഥാപാത്രത്തിന്റെ ഇത് ഇമ്പോർട്ടൻസ് കുറയ്ക്കുക അങ്ങനെ എന്തൊക്കെ അയാൾ വിചാരിച്ചിട്ടുള്ളൂ. എന്നെ കട്ട് ചെയ്ത് വിടുന്ന അയാൾ വിചാരിച്ചു. കട്ട് ചെയ്ത് വിട്ടപ്പോൾ അയാൾക്ക് ഭയങ്കര ഫീൽ ചെയ്തു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവം, ഇതിന്റെ പിന്നിൽ ഫുൾ ആദിത്യനാണ് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഞാനും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സോറി ചോദിക്കാണ് ഷാനു, എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, സോറി ചോദിക്കണം പറഞ്ഞു. ഈ വിളിച്ചത് എൻ്റെ ഓട്ടോ കോൾ റെക്കോർഡറാണ്. എൻ്റെ അന്നത്തെ ഫോണിൽ, ഇന്നതില്ല, അന്നത്തെ ഫോണിൽ ആ കോൾ റെക്കോർഡറും എൻ്റെ കയ്യിൽ പെൻഡ്രൈവിൽ കിടക്കുന്നുണ്ട്, തെളിവ് സഹിതം. അന്ന് ആദിത്യനും അമ്പിളി ദേവിയും കയറിയിട്ട് എനിക്കെതിരെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞപ്പോൾ അതിനെതിരെ ഇന്റർവ്യൂ കൊടുക്കാൻ ഉള്ള എല്ലാ എവിഡൻസും വിത്ത് പ്രൂഫ് അടക്കം ഡിജിറ്റൽ തെളിവുകൾ അടക്കം എൻ്റെ കയ്യിൽ കിടക്കുക. എന്നിട്ട് ഞാൻ ആ വ്യക്തികളെ
ദ്രോഹിക്കാൻ വേണ്ടി പോയില്ല. ഞാൻ തെറ്റുകാരനും കുറ്റക്കാരനായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തു. എനിക്ക് ചോദിക്കാനുള്ളത്, ഓക്കെ, നിങ്ങള് സീരിയലിനെക്കാട്ടിയും വലിയ വലിയ സംഭവങ്ങൾ, ആ കഥകളെക്കാട്ടിയും വലിയ സംഭവങ്ങൾ അവിടെ നടക്കുന്നു, ഇപ്പൊ അതിനൊരു ഇന്ന വ്യക്തിയാണെന്നുള്ള രീതിയിൽ ഷാനു മറുപടി നൽകി. പക്ഷെ ഈ പറയുന്ന ആദിത്യൻ തന്നെ ഷാനവാസിനെ ഈ സീതാ സീരിയലിൽ തിരിച്ചെടുക്കണം എന്ന് പറയുന്ന ഒരു ശബ്ദ സന്ദേശം കേൾക്കുന്നുണ്ടല്ലോ, അതിനെന്താണ് ഷാനു പറയാനുള്ളത്? അതാണ് ഏറ്റവും വലിയ കോമഡി. ഓക്കെ, കാരണം അവര് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ല, അവർക്ക് ഒരു ദിവസം കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. 2 മാസമായിട്ട് ഈ ഫേക്ക് അക്കൗണ്ടിലൊക്കെ വന്നിട്ട് ഈ ഡയറക്ടർക്ക് അവസാന നിമിഷം വധഭീഷണി വരെ എന്താ ഫോൺ കോൾ ആയിട്ട് വന്ന് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാറ് ഗിരീഷ് സാറ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അന്നേ അറിയാം. ഓക്കെ, അതും ഈ വ്യക്തിയുടെ കളിയായിരിക്കും എന്നുള്ളത്. കാരണം കുറെ ഫേക്ക് അക്കൗണ്ടിൽ എനിക്ക് ഫേവറായിട്ട് വന്ന് സംസാരിക്കുക, ഞാൻ ഇത് ആരാന്ന് പോലും. അപ്പൊ ഇത് ആർക്കും എനിക്ക് വേണ്ടി ഫേവറായിട്ട് സംസാരിക്കാലോ ഫേക്ക് അക്കൗണ്ടിൽ വന്നിട്ട്, എന്നിട്ട് എന്നെ കുറ്റക്കാരനാക്കാലോ. എന്നെ കുറ്റക്കാരനാക്കലാണല്ലോ അൾട്ടിമേറ്റ് എയിം. അപ്പോ എന്നെ കുറ്റക്കാരനാക്കിയിട്ട് എന്നെ അവിടുന്ന് പുകച്ചു പുറത്തടിക്കുക, 10 വർഷം മുമ്പത്തെ പക വീട്ടുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. അതൊരു വിധത്തിൽ ആൾക്ക് സാധിച്ചു. പക്ഷെ അതിനൊരു 3 മാസത്തെ ലൈഫ് ഉണ്ടായിട്ടുള്ളൂ. 3 മാസം കൊണ്ട് ഈ പറയുന്ന വ്യക്തികൾക്കെല്ലാം എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ് മനസ്സിലായി. അവർക്ക് തെറ്റിദ്ധാരണ മാറി. 3 മാസം കൊണ്ട് എന്നെ തിരിച്ചു വിളിച്ചു. ഷാനു കട്ട് ചെയ്തിട്ട് വീണ്ടും പോകുന്നു. അദ്ദേഹം എടുക്കാൻ വേണ്ടി പറഞ്ഞത് എവിടെയാണെന്ന് പറഞ്ഞില്ല. അല്ല, ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. തെറ്റിദ്ധാരണ അവർക്ക് മാറി. എന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും ചാനലും എല്ലാം എന്നെ തിരിച്ചു വിളിച്ചു. ഇത് തന്നെ എനിക്കും ആദ്യത്തിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ മറുപടി. അല്ല, 3 മാസത്തിനകത്ത് ഷാനു സീതാ സീരിയൽ തന്നെ തിരിച്ചു വന്നത്, മരിച്ചുപോയ ഒരു വ്യക്തി തിരിച്ചു വന്നത് സത്യം പറഞ്ഞാൽ അന്ന് തന്നെ ട്രോൾ ആയിരുന്നാലും ബാക്കി സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ ഒരു ആഘോഷമായിരുന്നു. ഇന്ദ്രൻ തിരിച്ചു വരുന്നു എന്നുള്ള സംഭവം പറഞ്ഞിട്ട് ഒരു ആഘോഷം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സീരിയലാണ്, റേറ്റിംഗിൽ കൂടുതൽ നിൽക്കുന്ന സീരിയലാണ്. അപ്പം പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്ന കാര്യമാണ് ഇന്ദ്രൻ തിരിച്ചു വരുന്ന ഒരു കാര്യം. അപ്പം എന്തായാലും അത് തിരിച്ചു വരാനും പറ്റി. മരിച്ചുപോയ ആള് തിരിച്ചു വന്നത് എങ്ങനെയായിരുന്നു? സ്വന്തത്തിലായിരുന്നു. പക്ഷെ അത് അതിവിദഗ്ധമായിട്ട് റൈറ്റർ ക്ലിയർ ആയിട്ട് ചെയ്തു. അതുകൊണ്ടല്ല, ആള് ഈ കാണുന്ന ആളൊന്നുമല്ല, വില്ലനായിട്ട്. ഇപ്പൊ ഈ പറയുന്ന 2 ആർട്ടിസ്റ്റ്, ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആർട്ടിസ്റ്റ് 2 പേര് വില്ലനായിട്ട് നായകനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഷാനുവിനെ പറ്റി ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വില്ലനായിട്ടാണ് കടന്നു വന്നത്. വില്ലനായിട്ട് കടന്നു വന്നത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ സീതയ്ക്കകത്തും വില്ലൻ പരിവേഷം തന്നെയായിരുന്നു. വില്ലൻ പൊടുന്നതിന് നായകനായിട്ട് മാറി. പിന്നെ നായകനായിട്ട് മാറിയ ആ ഒരു നടന്റെ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ട് ആ പ്രണയത്തിന്റെ രീതിയിലൊക്കെ പോകുമ്പോൾ മലയാളിക്ക് അത് വേറൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഒരു സാധാരണ ഉള്ളൊരു നായകൻ പ്രണയിക്കുന്നത് പോലെ ഷാനവാസിന്റെ പ്രണയം വേറൊരു പ്രണയം തന്നെയായിരുന്നു. അങ്ങനെ ജീവിക്കുകയായിരുന്നു ഷാനവാസ്. ജീവിതത്തിലും ഭയങ്കര റൊമാൻറ്റിക് ആണോ? ജീവിതത്തിൽ റൊമാൻറ്റിക് ആവാനുള്ള അവസരം അല്ലാതെ ഈ ജീവിത പ്രാരാബ്ദം കൊണ്ട് കിട്ടിയിട്ടില്ല. എങ്കിലും ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എന്നെ കൊണ്ടുപോകല്ലേ. അപ്പൊ ഓക്കെ, നമ്മൾ പറഞ്ഞ വിഷയം വാട്സപ്പ് തിരിച്ചെടുക്കണം. ഷാനവാസിനെ സീതാ സീരിയലില് തിരിച്ചെടുക്കാൻ വേണ്ടി ആദിത്യൻ അഹോരാത്രം പ്രയത്നിച്ച ആ സംഭവത്തിനെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് കുറെ മാസങ്ങൾ ഡയറക്ടറുടെയും പ്രൊഡ്യൂസറും മനസ്സിൽ തെറ്റിദ്ധാരണ വരുന്നതുകൊണ്ടാണ് ഒരു ആദിത്യനാണ് ഇതിന്റെ പിന്നിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ആദിത്യന്റെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറഞ്ഞു വാൺ ചെയ്തു. ഈ വാൺ ചെയ്തത് സെറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കി എന്നതിന്റെ പേരും പറഞ്ഞിട്ട് അന്ന് തന്നെ ക്ലൈമാക്സ് ചെയ്ത് എന്റെ ക്യാരക്ടറിനെ കൊന്ന് ഫോട്ടോ ഭിത്തിയിലൊട്ടിച്ച് മാലയിട്ട് മിസ്റ്റർ ഇന്ദ്രൻ മാലയിട്ട് പൂമാലയിട്ട് ഇന്ദ്രന് ആദരാഞ്ജലികൾ അവിടെ അർപ്പിച്ചു. അപ്പോ കൺഫേം ആയി ഇന്ദ്രൻ സീതയിൽ മരിച്ചു. ഓക്കെ, ഔട്ടായി, ഞാൻ ഔട്ടായി. അതിന്റെ പിറ്റേ 2 ദിവസം കഴിഞ്ഞേക്ക് പിന്നെ ഇയാളുടെ ഒരു അഭിനയമുണ്ട്. ഇയാൾക്ക് ഞാൻ അമ്പിളിദേവിയുടെ അമ്മയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. ആൾക്ക് എന്തുകൊണ്ടാണ് ഓസ്കാർ അവാർഡ് കിട്ടാതെ പോയത്? ഞാനിത് പലപ്പോഴും ചിന്തിച്ചതാ. ഭയങ്കര അഭിനയം, അതിനെ കുറിച്ച് ഞാൻ പറയാം. അപ്പോ ഈ രണ്ടാമത് ആളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സമൂഹത്തിന് അറിയിക്കണ്ടേ? അതിനുവേണ്ടി അയാൾ സ്വന്തമായിട്ട് ഈ സന്തോഷ് പണ്ഡിറ്റ് ചമഞ്ഞ് ഒരു സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്ത് സ്ക്രീൻ പ്ലേ ചെയ്ത് അഭിനയിച്ച് ഡബ് ചെയ്തൊരു സാധനം, ഒരു വോയിസ് റെക്കോർഡ്.
അല്ലാതെ ഫോൺ ചെയ്തിട്ട് മറുതലക്കിൽ ആരെങ്കിലും സംസാരിക്കുന്ന റെക്കോർഡാണ് തരുന്നത് വെച്ചെങ്കിൽ ഇപ്പൊ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഡയറക്ടറെ വിളിച്ചിട്ട് ഷാനവാസിനെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതിനൊരു ആധികാരികത ഉണ്ട് നോക്കാം. ഇതിപ്പോ അവൻ ചിലപ്പോൾ അമ്പിളി ദേവിയുടെ വാട്സപ്പിലോട്ടായിരിക്കും ഈ സന്ദേശം അയച്ചിട്ടുണ്ടാവുക, അതായിരിക്കും ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോ ഇത് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ സീതാ ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് മൊത്തം പിരിച്ചുവിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ പുറത്താക്കി രണ്ടാമത്തെ ദിവസം വീണ്ടും ഇത് റീക്രിയേറ്റ് ചെയ്തു, ഇത് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പൊ ആദിത്യൻ പറയുക, ഞാൻ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ജോയിൻ ചെയ്യിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഷാനവാസിനെ മാത്രം ഇതിൽ കാണുന്നില്ല. അപ്പോ ഷാനവാസിന്റെ നമ്പർ എൻ്റെ അടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ നമ്പർ കിട്ടാൻ ഒരു പ്രയാസമില്ല. ആദിത്യന്റെ കയ്യിലും എന്റെ നമ്പർ ഉണ്ട്, മറ്റേ എല്ലാവരുടെ അടുത്തും വിളിച്ചാലും എന്റെ നമ്പർ കിട്ടും. അപ്പൊ എന്നിട്ട് പറയാ, ഷാനവാസിനെ മാത്രം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവനെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. എന്നെ കൊന്ന് ഫോട്ടോ ഭിത്തിയിൽ ഒട്ടിച്ച് മാലിട്ടതിന് ശേഷം ആള് പറയാ സീരിയലിലോട്ട് തിരിച്ചെടുക്കണം എന്നല്ല പറയുന്നത്, വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് തിരിച്ചെടുക്കണം എന്ന്. എനിക്കത് കേട്ടിട്ട് ചിരി വന്നു. മരിച്ച ആളായിരുന്നാലും വാട്സപ്പ് ഗ്രൂപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഇതാണല്ലോ. നമ്മളിപ്പോ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുമ്പോ അതിനൊരു ആധികാരികത വേണ്ടേ, അല്ലെങ്കിൽ അത് ജനങ്ങൾ വിശ്വസിക്കണ്ടേ. ഈ പൊട്ടണത് മനസ്സിലാവുന്നില്ല, ജനങ്ങൾ ഇത് ചിരിക്കുവാണെന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ ഞാനെന്ത് പറയാനാ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വിളിക്കാനാണ് ഞാൻ പെട്ടെന്ന് സീതാ സീരിയലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം. അത് പോസിബിൾ അല്ലല്ലോ, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. കൊന്ന് ഭിത്തിയിൽ തൂക്കി ഇതാക്കി ഇനി അങ്ങനെ തിരിച്ചെടുക്കുക എന്നുള്ളത് സംഭവം അത് പോസിബിൾ അല്ല. അത് ഇനിയിപ്പോ അവർക്ക് അത് ഒന്നുമില്ല. പിന്നെ അത് 3 മാസത്തിന് ശേഷം തെറ്റിദ്ധാരണ മാറി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോഴാണ് ആ സമയത്ത് ഷാനിന് നല്ല വിഷമം തോന്നി. പെട്ടെന്ന് ഇത്രയും കത്തിരിക്കുന്ന ഒരു സാധനത്തിന് ഇന്ദ്രനെ കൊന്ന് അടിച്ച് ഭിത്തി തൂക്കിയപ്പോഴേക്കും ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര. കാരണം എന്താ വെച്ചാല് ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ടും ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ടുമാണ് ഞാൻ ആ സീരിയൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. മനസ്സിലായില്ലേ? എനിക്കങ്ങനെ ഈഗോ ഒന്നുമില്ല. ഞാൻ കുങ്കുമപ്പൂ എന്ന് പറഞ്ഞ സീരിയലില് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്ത് കുറച്ച് അവാർഡ്സ് ഒക്കെ വാങ്ങി ഒരു നായക പരിവേഷമൊക്കെ എടുത്തിട്ടാണ് സീതാ സീരിയലിൽ വില്ലനായിട്ട് വരുന്നത്. അതായത് ഒരു പുതുമുഖ നടന്റെ അടിയും തൊഴിയും വാങ്ങാൻ വേണ്ടി ഞാൻ വരുന്നത്. എനിക്കൊരു ഈഗോയും വർക്കൗട്ട് ആയിട്ടില്ല. പക്ഷെ ആദിത്യൻ എനിക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണേ നിരന്തരം ഡയറക്ടറെ വിളിക്കും. ഡയറക്ടർ വിളിക്കുമ്പോൾ എന്റെ ഫാക്ടറിയിൽ ഒരു മാനേജർ പോസ്റ്റ് ഒരു ക്യാരക്ടർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വിളിച്ചു വന്നപ്പോൾ അതെന്താണ് ക്യാരക്ടർ? ഷാനവാസിന്റെ മാനേജറാണ്. ഷാനവാസിന്റെ മാനേജറും ഞാൻ ചെയ്യില്ല, ഞാൻ അവന്റെ വലിയ സീനിയർ ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ ആള്. ഇത്തരം ഈഗോസ് ഒക്കെ എന്തിനാ കൊണ്ടാണ്? കിട്ടുന്ന വർക്ക് അത് ചെറുതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്യാന്നുള്ളതാണ് എന്റെ പോളിസി. അതുകൊണ്ട് തന്നെ എനിക്ക് കുങ്കുമപ്പൂവും സീതയും എനിക്ക് ഇത്ര ഹിറ്റ് കിട്ടാനും കാരണം. മനസ്സിലായി? ഇനി അടുത്ത എനിക്ക് വേറെ വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ കിട്ടുന്നത് ഞാനത് ചെയ്യും. എനിക്ക് ഹീറോ തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. അപ്പോ അങ്ങനെയാണ് കഥാപാത്രങ്ങളൊക്കെ തന്നെ എത്തുന്നത്. അതിനിടയിൽ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, സ്വാസിക ഷാനവാസ് ജോഡി എന്ന് പറയുന്നത്. അപ്പൊ സ്വാസിക തന്നെ ഏതൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു ഷാനിനെ എന്നെ ചേർത്ത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം അങ്ങനെ ഒരു അത്രയ്ക്ക് നിങ്ങൾ ഇതായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ആ ഒരു സെറ്റ് കംപ്ലീറ്റ്, പ്രത്യേകിച്ച് സീതയുടെ സെറ്റ് കംപ്ലീറ്റ് നിങ്ങൾ ഭയങ്കര ഒരു കോളേജ് മേറ്റ്സിനെ പോലെയൊക്കെ ആയിരുന്നോ? അതൊരു ഒരു കുടുംബം പോലെ, ഒരു പറഞ്ഞ പോലെ ഒരു കോളേജ് ആയിരുന്നു, ഒരു ക്യാമ്പസാണ് ഞങ്ങൾക്ക് അതിൽ ഫീൽ ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ആ സെറ്റിലോട്ട് വരിക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ്. മറ്റെവിടെയും പോകുന്ന പോലെയല്ല. അവിടെ അങ്ങനെ ഒരു ഡയറക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയോ പ്രൊഡ്യൂസർ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുകയോ, അവരും കൂടെ നമ്മുടെ കൂടെ ആടിപ്പാടി എന്നാൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യും. ഭയങ്കര തമാശ ഒരു ടൂർ പോകുന്ന ഫീലായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഒരു 2-2.5-3 വർഷത്തോളമായിട്ട് ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് വില്ലനായിട്ട് ഈ വില്ലൻ അവതരിച്ചത്. ഈ വില്ലന്റെ മുന്നിൽ ആ വില്ലന്റെ കളി നടന്നോ? ഈ വില്ലന്റെ മുന്നിൽ ആ വില്ലന്റെ കളി നടന്നു വന്നു. പേഴ്സണലായിട്ട് നടന്നില്ല. ആളാണെന്ന് അറിഞ്ഞപ്പോഴത്തേന് മുഖത്ത് നോക്കി പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു. എന്നെ കൊന്നപ്പോ ആള് വിചാരിച്ച നടന്നു. എന്നെ ഈ സെറ്റിൽ നിന്ന് പുകച്ചു പുറത്തിയടിക്കണം. അത് താൽക്കാലിക ഒരു 3 മാസത്തിൽ നടന്നു. അതിന് ലൈഫ് ഉണ്ടായില്ല. കാലം എന്റെ നിരപരാധിത്വം തെളിയിച്ചു. എന്നെ അവർ തിരിച്ചു വിളിച്ചു 3 മാസത്തെ കാലാവധിക്കുള്ളിൽ. യെസ്.
തിരിച്ചു വന്നിട്ട് എത്രത്തോളം എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പറ്റും? പിന്നെ ഒത്തിരി എപ്പിസോഡ് പോയി, നല്ല രസകരമായിട്ട്. എനിക്ക് അതിനുശേഷമാണോ നിങ്ങൾ ലൈവായിട്ട് എന്തോ ഒരു എപ്പിസോഡ്സ് ഒക്കെ ഇടയ്ക്ക് വിട്ടത്? ഇല്ല, അതിന് മുമ്പേ ലൈവ് എപ്പിസോഡ്സ് ഒക്കെ തന്നെ എനിക്കൊന്ന് 3 മണിക്കൂർ 2 മണിക്കൂർ ലൈവ് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്. അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. 2 മണിക്കൂർ ലൈവായിട്ട് റീടേക്ക് ഇല്ലാതെ ഭയങ്കര രസമായിരുന്നു, എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രേക്ഷകർക്ക് തന്നെ, സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ, ഓൺലൈനിലായിരുന്നാലും അല്ലാതെ ഫ്ലവേഴ്സ് ടിവിയിലും കണ്ടവർക്ക് അറിയാം സീത എത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പോഴും സീതയുടെ സെക്കൻഡ് പാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ക്രൂവിനെ വെച്ചിട്ട് തന്നെ വേറൊരു വർക്ക് ചെയ്യണം എന്നുള്ള പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു കാര്യം ചോദിക്കട്ടെ, ഈ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന വില്ലനും ആ വില്ലനും കൂടി എല്ലാം ഒരുമിച്ച് കാണും, അദ്ദേഹം ഉണ്ടെങ്കിൽ കൂടെ അഭിനയിക്കുമോ? ഇല്ല, ഞാൻ എന്നെ 3 മാസത്തിന് ശേഷം എന്നെ തിരിച്ചു വിളിച്ചപ്പോ ഞാനവിടെ ചെല്ലുമ്പോൾ കാണാറെന്ന് വെച്ചാൽ ഈ വ്യക്തിയുടെ ക്യാരക്ടർ പിന്നെ അതിലില്ല. അതിൽ നിന്ന് തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി തെറ്റിദ്ധരിപ്പിച്ചത് ആരായിരുന്നു എന്നുള്ളതും, തെറ്റിദ്ധാരണ മാറി എന്നെ കൊണ്ടുവന്നപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച ആളെ ഔട്ടാക്കി എന്നുള്ളതും പ്രേക്ഷകർക്ക് മനസ്സിലായി. ഇതിൽ തന്നെ മറുപടി ആൾക്കുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് അതിന് മറുപടി പറയേണ്ട കാര്യമല്ലല്ലോ. എന്റെ മറുപടി അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് 3 മാസത്തിന് ശേഷം, ഞാൻ അതിനു മുമ്പും ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തില്ല. ഇനിയിപ്പോൾ പറയേണ്ട സ്ഥലത്ത് ഞാൻ ഒരു വ്യക്തി തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് കാരണം കൊണ്ടാണ് ഞാൻ സെറ്റ് പോകുന്നത്. ഞാൻ വിശദീകരണം എവിടെയും കൊടുത്തില്ല. ഇപ്പോഴാണ് ഞാൻ എന്റെ മനസ്സ് തുറക്കുന്നത്. ഞാൻ എന്ത് പറയുമോ, കാരണം നോർമലി വന്നിട്ട് ഷാനുവിനെ എനിക്കറിയാം അല്ലാത്ത രീതിയിലൊരു കാര്യങ്ങൾ വന്നിട്ട്, പ്രത്യേകിച്ച് ആദ്യ പ്രേക്ഷകരോട് ഞാൻ പറയാം, ഇത് കാണുന്ന പ്രേക്ഷകരോട് പറയാം, നിങ്ങൾ എന്താ വിചാരിക്കും നമ്മൾ ഇത്രയും ഇതായിട്ട് ഇരിക്കുന്ന സംബന്ധിച്ചാൽ കോവിഡിന്റെ ഒരു ഹെവി പശ്ചാത്തലമാണ്. നമ്മളിപ്പം കൊച്ചിയിലാണ് ഉള്ളത്. ഇവിടെ വൈകിട്ട് 5 മണി വരെ മാത്രമേ കടകൾ വരെ തുറക്കത്തുള്ളൂ. പുറത്ത് നമുക്കൊരു ഷൂട്ടിംഗ് അനുമതിയില്ല. ഒരു വീട്ടിനകത്ത് ഹെവി ലൈറ്റും വെച്ചിട്ട് നിന്ന് വേർത്തുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഷാനു അതിനോട് സഹകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ താങ്ക്സ് അങ്ങോട്ട് പറയുകയാണ്. ഇല്ലല്ല, ഞാൻ ആദ്യം തന്നെ ഞാൻ ഇവിടെ വരുമ്പോ പറഞ്ഞു, ബ്രോ കോവിഡ് ടെസ്റ്റ് നടത്തിയ റിസൾട്ട് കൊണ്ടുവന്നാൽ മതി, ഞാനും അതും കൊണ്ടുവരാം, എന്നിട്ട് മുഖാമുഖം നിന്നാ മതി എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഇന്റർവ്യൂ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡിന്റെ ടെസ്റ്റ് അങ്ങനെ രണ്ടുപേരും നടത്തി പാസ്സായി നെഗറ്റീവ് ആയിരിക്കുന്ന അവസ്ഥയാണ്. ഇനി പോസിറ്റീവ് ആകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് രണ്ടുപേരും മുന്നോട്ട് പോകുന്നത്. ചർച്ച മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഷാനുവിന്റെ ഫാമിലിയെ കുറിച്ച് വരാം. ഷാനുവിന്റെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിലിപ്പോ വൈഫും 2 മക്കളും പിന്നെ 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ കല്യാണം കഴിഞ്ഞു പോയി. ഒരു 60 ദിവസം മുമ്പ് എൻ്റെ ഉമ്മ എന്നെ വിട്ടുപോയി, മരിച്ചു. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂടെല്ലാം മാറും. അതുകൊണ്ട് ചോദിക്കണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. ചോദ്യങ്ങൾ കഴിഞ്ഞോ അതോ? ഇല്ല, ചോദ്യങ്ങൾ കഴിഞ്ഞല്ല. ഫാമിലിയെ കുറിച്ച് ഞാൻ ചോദിച്ചത് മാത്രമല്ല, പെട്ടെന്ന് അക്കാര്യം പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാനൊന്ന് ഡെസ്പായി പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഞാനും കുറെ നാളുകളായിട്ട് അതിന്റെ പിന്നിൽ ഷാനു ഓടുകയായിരുന്നു. എന്തായിരുന്നാലും ആ ഒരു ദുഃഖവാർത്തയും ഇതിന്റെ കൂടെ നമ്മൾ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിലും ഷാനു, മറ്റൊരു കാര്യം, തിരിച്ച് സീരിയലിലേക്ക് വരാം. ആ ഒരു വിയോഗ വാർത്ത എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ഞാനും ഞെട്ടി. അപ്പം തിരിച്ച് കാര്യം ചോദിക്കണം എന്ന് പറഞ്ഞാല്, ഈ കുങ്കുമപ്പൂവായിരുന്നാലും അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൽ ആശാ ശരത്ത് ഉണ്ടായിരുന്നു, സീതയില് സ്വാസിക ഉണ്ടായിരുന്നു. ഇപ്പം ആശ ചേച്ചി സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇപ്പൊ സ്വാസികയും സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ആ സീരിയലുകളിൽ അവരുകളോടൊപ്പം അല്ലെങ്കിൽ അതിനെക്കാട്ടിയും ഒക്കെ കുറച്ചും കൂടി പ്രേക്ഷകരിലേക്ക് എത്തിയ ഒരു നടനാണ് ഷാനു. അപ്പൊ ഷാനു എന്നാണ് ആ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വലിയൊരു ഇതായിട്ട് എത്തുന്നില്ല? ഓരോരുത്തർക്കും ഓരോ സമയമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആശ ചേച്ചിയുടെ കൂടെ എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ. എനിക്ക് ഭയങ്കര അഭിമാനവും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ശ്വാസികയുടെ കൂടെയും എനിക്ക് അഭിനയിക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അവരിപ്പോ ഒരു നിറ സാന്നിധ്യമാണ് സിനിമയിൽ. ഒത്തിരി സിനിമകൾ ശ്വാസികയാണെങ്കിലും ചേച്ചിയാണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചിയെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശ്വാസികന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഇവർ 2 പേരും അവരുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് എത്തി എന്ന് എനിക്ക് അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നാറുണ്ട്. എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. എൻ്റെ ദിവസം ചിലപ്പോൾ ദൈവം കുറച്ചുകൂടി നീട്ടി വെച്ചിരിക്കും. എന്തായാലും ആ ദിവസം വരെ പൊരുതണം എന്ന് തന്നെയാണ്. അങ്ങനെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം
ആശാ ശരത് ചേച്ചിയോട് ഒരു ഹായ്. കാരണം ഇവരുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു കാര്യം പറയണം. കാരണം ചേച്ചി ഈ ലോക്ക്ഡൌൺ സമയത്ത്, ഈ കോവിഡിന്റെ സമയത്ത് പോലും ഞാനൊരു ഫംഗ്ഷന് വേണ്ടി ആദ്യമായിട്ട് കൊച്ചിയിൽ നടന്നൊരു ഫംഗ്ഷൻ, ആ ഒരു സമയത്ത് പോലും ചേച്ചിയെ കാണുമ്പോൾ ഞാൻ ചേച്ചിയുടെ വേറെന്തോ പറഞ്ഞു പോയപ്പോഴേക്കും എന്നോട് വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറഞ്ഞത്, പ്രതീക്ഷ ആദ്യമായിട്ട് അഭിനയിച്ച സീരിയലിലെ ആ കംപ്ലീറ്റ് വീഡിയോസും എന്റെ കയ്യിൽ ഉണ്ട് കേട്ടോ എന്ന്. കാരണം ഞാൻ ചേച്ചി തിരിച്ചു വരുന്നൊരു ഞങ്ങളൊരു സീരിയൽ ഉണ്ടായിരുന്നു, ഡ്രീം സിറ്റി എന്ന് പറയുന്ന ദുബായിൽ. അതിൽ ചേച്ചിയുടെ കൂടെ വില്ലനായിട്ട് ഞാനാണ് അഭിനയിച്ചത്. അപ്പൊ ചേച്ചി പറയുക അതിന്റെ സാധനങ്ങൾ കംപ്ലീറ്റ് എന്റെ കയ്യിൽ ഉണ്ട് എന്നുകൊണ്ട് ചേച്ചി എന്നെ ഇടയ്ക്കെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പെട്ടത് ജയിക്കോട്ടെ, ശരി ചേച്ചി, ഞാനിലേക്ക് പോയി. എന്തായാലും ആശേച്ചി എത്തി, അതുപോലെ തന്നെ സോസൊക്കെ എത്തി, എല്ലാവരും സിനിമയുടെ നിറ സാന്നിധ്യമായി മാറി കഴിഞ്ഞു. ഷാനവാസ് ഷാനുവും വളരെ ഉയരങ്ങളിലേക്ക് നമ്മുടെ ബിഗ് സ്ക്രീനിൽ നല്ല റോളുകൾ കിട്ടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഷാനു നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെയാണ് ഓസ്കാർ പ്രഖ്യാപിച്ചത് ആർക്കൊക്കെയാണെന്ന്. ഷാനവാസ് പറഞ്ഞു ഓസ്കാർ ഇദ്ദേഹത്തിന് മികച്ച നടന് കൊടുക്കണമെന്ന്. ഷാനുവിന്റെ ഇതിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ നടന് കൊടുക്കണമെന്ന് പറഞ്ഞു. എന്താ അദ്ദേഹത്തിന് മികച്ച അഭിനേതാവ് എന്ന് ഷാനു പറയാൻ കാരണം? അഭിനേതാവ് ആണോ അദ്ദേഹം? ഇത് അദ്ദേഹം ആക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിലേക്ക് എന്തോ അഭിപ്രായം പറയാനാ. മറ്റേ 150-150ഓളം സീരിയലിൽ നായകനായിട്ട് അഭിനയിച്ച ഒരു സീനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ച് കഷ്ടിച്ച് 3-4 സീരിയലിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്? പക്ഷെ അർത്ഥശങ്കക്കിടല്ലാതെ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ആള് നല്ലൊരു അഭിനേതാവാണ്. അത് ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ജീവിതത്തിലാണെന്നുണ്ടെങ്കിലും അത് എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. നല്ലൊരു അഭിനേതാവാണ്. പല ഇന്റർവ്യൂസിലും ഞാൻ കേട്ടിട്ടുണ്ട്, ആള് പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് ഒത്തിരി കടങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ. ഞാൻ ആലോചിക്കുക, ഈ 100-150 സീരിയലിൽ അതിൻ്റെ അപ്പുറം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് സിനി ലൈഫിൻ്റെ അതിൽ. എനിക്കറിയില്ല. അങ്ങനെ 100-150 സീരിയലൊക്കെ അഭിനയിച്ച ഒരാൾക്ക് എന്താണ് ഇത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നാണ് എനിക്ക് ആ കണക്ക് അങ്ങോട്ട് ടാലി ആവുന്നില്ല. പിന്നെ ആള് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ഈ കടങ്ങളൊന്നും വരില്ലായിരുന്നു. എന്താന്ന് വെച്ചാല് പാരലായിട്ട് വേറെ മേഖലയിലും അതിൽ അഭിനയത്തിന്റെ കൂടെ വേറെ മേഖലകളിലും അയാൾ കൈവച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഈ കടങ്ങളോ പ്രശ്നങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ വരില്ലായിരുന്നു. കാരണം വെച്ചാല് ആള് നല്ലൊരു സ്റ്റോറി സെൻസ് ഉള്ള ആളാണ്. നല്ലൊരു സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആള് മറ്റേ ആ മേഖലകളിൽ കൂടി കൈവച്ചിരുന്നെങ്കിൽ ആൾക്ക് ഈ കടബാധ്യത അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന KT ജലീൽ സാറിന്റെ ഒരു വചനമാണ്. എന്താണത്? നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. കേട്ടിട്ടില്ലേ? ഈ ഇടയായിട്ട് KT ജലീൽ സാർ പറഞ്ഞ് എനിക്ക് അതാണ് ഇപ്പൊ ഓർമ്മ വരുന്നത്. നമ്മൾ ആരെയും പണിയാൻ പോകാതിരിക്കുക, ആരെയും പാര വെക്കാതിരിക്കുക. അതിനാണ് ശ്രീനാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുള്ളത് ആത്മോപദേശ ശതകം എന്ന് പറഞ്ഞ പുസ്തകത്തിലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നുള്ളത്. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ അത് എന്തെങ്കിലും ഒരു തിരിച്ച് ഒരു പുണ്യമായിട്ട് വരും. ഇപ്പൊ ഒരു വാചകം പറഞ്ഞപ്പോ ഞാൻ തിരിച്ചൊരു കാര്യമായിട്ടും പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ആ നന്മയായിരിക്കണം നമ്മുടെ മനസ്സിന് വേണ്ട. നമ്മൾ അല്ലെങ്കിൽ തന്നെ ഈ ഫീൽഡിൽ ബ്രോ നമ്മളൊരു വർക്കിൽ നമ്മുടെ ആവശ്യങ്ങളും അവകാശങ്ങളും ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രശ്നക്കാരനായി ചിത്രീകരിക്കപ്പെടും. അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത കളികളും കളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാൻ പറ്റും? നമ്മൾ തൊഴിൽ മേഖലയാണിത്. ഇവിടെ നമ്മൾ തൊഴിലിന് മുൻഗണന കൊടുത്ത് അതിൽ ഫുൾ ഇൻവോൾവ് ആയിട്ട് ജോലി, അതിന് ആത്മാർത്ഥത കാണിച്ച് ആ ജോലി ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതിന്റെ പുറമെ നമ്മൾ വേറെ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി നമ്മുടെ ചിന്തകൾ വേറെ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടികളെ കിട്ടുള്ളൂ. എന്തിനാണ് ഈ മനസ്സിനകത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ച് നടക്കുക, വണ്ടിക്കകത്ത് വടിവാള് വെച്ച് കിടക്കുക, ആരെയിൽ ഉറുമി വെച്ച് കിടക്കുക? ഇതൊരു കലാകാരന് ആവശ്യമുള്ളതാണോ? ഇത് കലാകാരന് ആവശ്യമുള്ളതല്ല. അയാൾ നന്നായിട്ട് അഭിനയിച്ച് അയാളുടെ കല മറ്റുള്ളവർ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യിക്കുന്നൊരു സംഭവം. അല്ലാതെ ഈ കല എന്ന് പറഞ്ഞത് വേറെ എന്താ പറയാ, യുദ്ധത്തിന് പോകുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ കലാകാരന്മാര്. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആള് നല്ലൊരു കലാകാരനാണ്.
ആ രംഗത്ത് ശോഭിക്കാൻ പറ്റും, നല്ലൊരു പേരുണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിൽ ഇങ്ങനെ ഓരോരുത്തരെ അന്നം മുട്ടിക്കാൻ നിൽക്കുക, ജോലി നിഷേധിക്കുക, ജോലി ഇല്ലാതാക്കുക, പാര വെക്കുക, ഒരാളെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, പരത്തുക, എന്നിട്ട് അയാളെ മാക്സിമം ദ്രോഹിക്കുക, 10 വർഷമൊക്കെ ഒരു പക മനസ്സിൽ കൊണ്ട് നടന്ന് ആ പക വിട്ടുക. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഈ 2 വർഷമായിട്ടും ആ മനുഷ്യനെ ദ്രോഹിക്കാൻ, ഞാൻ അന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ അയാളെ മുഖത്ത് നോക്കി പറഞ്ഞു ആ ഒറ്റ ദിവസം. അതിനുശേഷം പിന്നെ ഞാൻ അയാൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഇപ്പൊ എനിക്കൊരു അത്ഭുതം തോന്നിയതും അയാളുടെ ഉള്ള ഒരു ദേഷ്യവും വിദ്വേഷവും ഒക്കെ പോയതും, എനിക്ക് ദേഷ്യം വിദ്വേഷം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. മനസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു കോൾ ഉണ്ടെങ്കിൽ എനിക്ക് അയാളുടെ ഒന്നുമില്ല. ഇത് ഞാൻ ഈ പറയുന്ന മൊത്തം ആള് കേൾക്കണം, കേട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരുടെ മനസ്സിൽ എന്നുള്ളത് തോന്നണം. ആള് ഇപ്പൊ പറഞ്ഞു, ഇന്നലെ ഞാൻ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു, എൻ്റെ സീരിയൽ സംഘടനയിൽ എന്നെ കുറിച്ച് വല്ല പരാതിയുണ്ടോ എന്ന് മറ്റേ സൂരജ് പാലക്കാരനോടോ എന്തോ ചോദിക്കുന്നൊക്കെ കേട്ടു. ഉണ്ട്. കഴിഞ്ഞ ആത്മാ മീറ്റിങ്ങുള്ള സമയത്ത് കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷമായിട്ട് ഞാൻ അന്ന് പോകാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കുറേ പേര് എന്നോട് പറഞ്ഞു ഇങ്ങനെ സംഭവം. അതായത് സീതാ സീരിയലിന് എനിക്കിട്ട് പണി തന്നതിന് ശേഷമുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ അവർ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ, ആദ്യത്തിനായിട്ടുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചറിയിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചാൽ, ആദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ പല ആർട്ടിസ്റ്റുകളെയും മോശക്കാരനാക്കാൻ ശ്രമിച്ചതുകൊണ്ട് ആത്മാ സംഘടന ആളെ പുറത്തിരുത്താനോ വിലക്കാനോ എന്തിനോ മീറ്റിംഗിൽ അഭിപ്രായം ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞു പോലും ബാക്കിയില്ലാതെ കൈയുയർത്തി ഞങ്ങൾ. അപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നത് സീതാ സെറ്റിലെ ചായ കൊടുക്കുന്ന പയ്യന്മാർക്ക് പോലും ഷാനവാസിന് ഇഷ്ടമല്ല എന്നാണ്. പക്ഷെ എൻ്റെ അനുഭവം അങ്ങനല്ല. അത് ഈ ചായ കൊടുക്കുന്ന പിള്ളേർക്ക് ഒരു എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അത് യൂട്യൂബിൽ വന്ന ഉടനെ സീതാ സീരിയലിലെ ചായ കൊടുക്കുന്ന പ്രൊഡക്ഷനിലെ എല്ലാ പിള്ളേരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കാനെ, അവൻ ഓരോന്ന് പറയുന്നത് ഇക്ക വിശ്വസിക്കരുതിട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചത്. പക്ഷെ ആദ്യത്തെ നിൽക്കുന്ന സീരിയൽ സംഘടനയിൽ ഒരാൾക്ക് പോലും ആദ്യത്തിന് ഇഷ്ടമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. കാരണം അവിടെ നിന്ന് 400 മെമ്പേഴ്സ് ഉണ്ടാവും, 300 മെമ്പേഴ്സ് ഉണ്ടാവും, 300 മെമ്പേഴ്സും ആദ്യത്തിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൈപൊക്കിയത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്നോടെല്ലാവർക്കും ദേഷ്യം. ഞാൻ എൻ്റെ യൂണിറ്റിലെ പിള്ളേരുടെ കഴുത്തിൽ തോളിലും കൈയിട്ടിട്ടാണ് ഞാൻ നടക്കാറ്. അവരെ കൈ പിടിച്ച് അവരോട് തമാശ പറഞ്ഞാൽ ഞാൻ നടക്കാറ്. പ്രൊഡക്ഷൻ പിള്ളേരുടെ ഞാൻ എങ്ങനെയാണ്, ഞാൻ ഗ്രൗണ്ട് എർത്തിലേ ഞാൻ നിൽക്കാറുള്ളൂ. ഇതൊരു സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുമിള പോലെ എപ്പോഴാണ് പൊട്ടി താഴെ വീഴാമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും തലക്കനായിട്ട് വെച്ച് നടന്നിട്ട് കാര്യമില്ല. എല്ലാവരുടെ സൗഹൃദമല്ല. നമ്മളെ കാര്യങ്ങൾ സംസാരിക്കുക, നമ്മളെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുക, നമ്മളെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുക, നമ്മളങ്ങനെ വർക്ക് സമയത്തിനും കാലത്തിനും വന്നിട്ട് വർക്ക് ചെയ്ത് പോകുക എന്നുള്ളതല്ലാതെ നമ്മളവിടെ വേറെ പ്രശ്നങ്ങളോട് തലയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഭാവി പോകും. മനസ്സിലായില്ലേ? പിന്നെ ഇതൊന്നും ശരിയായ രീതികളല്ല. ഇതൊക്കെ ആദിത്യൻ മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഡേറ്റ് എന്തോ എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അത് വേറെ എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എൻ്റെ സീതാ പ്രൊഡക്ഷൻ കമ്പനിക്ക് വരെ മാറിയിട്ടാണ് അവരെന്നെ തിരിച്ചു വിളിച്ചത്. അപ്പോൾ ഞാൻ ആളോട് പ്രതികരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അയാൾക്ക് പശ്ചാത്താപം തോന്നിയോണ്ടോ എന്തോന്ന് എനിക്കറിയില്ല. ഈ ആദ്യമായിട്ട് കോവിഡ് വന്ന സമയത്ത് ആദിത്യൻ മലപ്പുറം മഞ്ചേരിയൊക്കെ ഇത് സ്പ്രെഡായ സമയത്ത് ആദിത്യൻ എന്നെ വിളിച്ചു. ഈ ഇഷ്യൂവിന് ശേഷം ആദ്യമായിട്ട്, ഷാനു സേഫ് അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ, കോവിഡ് എങ്ങനെയാണ് നിങ്ങളവിടെ, നീയും ഫാമിലി സേഫ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. സേഫാണ് ആദിത്യ, സന്തോഷം, വിളിച്ചല്ലോ, സന്തോഷം എന്നും പറഞ്ഞു. ഈ രീതിയിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത് അല്ല വേദനിപ്പിക്കാതെ പോയി കഴിഞ്ഞാൽ എന്ത് നല്ലതാ. എല്ലാവർക്കും പരസ്പര സ്നേഹം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. അതിന് പുറമെ പക വെച്ച് നടക്കുക, അതിനു വേണ്ടിയുള്ള പ്ലാനും സ്ക്രിപ്റ്റും തയ്യാറാക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കും പറയാനുള്ളത്, ഞാനും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലായിരുന്നു ഇങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂലേക്ക് ഒരു സ്ത്രീക്കെതിരെ കുറെ ആരോപണങ്ങൾ വരുന്നത്. ആ ആരോപണങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇതായിട്ട് വന്നപ്പോഴേക്കും ഒരു സ്ത്രീക്കെതിരെയുള്ള ആരോപണങ്ങൾ എന്ന് വെച്ച് ആ ആരോപണങ്ങൾ മാത്രമെടുത്ത് ആ സ്ത്രീയോട് തന്നെ കാര്യങ്ങൾ ചോദിച്ച ഒരു ഒരൊറ്റ ഇന്റർവ്യൂ, ആദ്യമായി എടുത്ത ഇന്റർവ്യൂ ഇന്ത്യ ഗിൽസ് മലയാളത്തിൽ തന്നെ ഞങ്ങളിത് കാണിക്കുകയുണ്ടായി. പക്ഷെ ആ ഇന്റർവ്യൂ ദൈർഘ്യം കൂടിയതിനാൽ ആദ്യം ഒരു പാർട്ടായിട്ടും പിന്നെ അതിനുശേഷം മുഴുവൻ ഇന്റർവ്യൂ ആയിട്ടും ഇട്ടതാണ്. അതിലെന്താണ് ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതിനുള്ള മറുപടിയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു അഭിനേത്രി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഭാര്യയായിട്ടുള്ള സ്ത്രീ പറഞ്ഞിരിക്കുന്നതും അങ്ങനെയുള്ള കാര്യം തന്നെയാണ്. അല്ലാതെ 100 വീഡിയോസും ഒന്നും പ്രചരിപ്പിക്കുന്നില്ല. കാരണം ഇതിനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന സംഭവം തോന്നിയല്ലേ. ഷാനുവും ഞാനും സംസാരിച്ച് പോയിട്ട് കുറെ നേരമായി. ചിലപ്പോ അതിൽ നേരത്തെ കുളിച്ച് ഇനി മിക്കവാറും എല്ലാവരും കാലും കൂടി ഞാൻ കാണിച്ചു തരും. കാരണം എത്രയും നേരം നിൽക്കിയത് 1.5
മണിക്കൂറായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കാലിന്റെ അവസ്ഥ കൂടെ ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. എന്നിട്ടാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. ഒരു കസാര പോലും ഇട്ടുന്നില്ല ദ്രോഹി. ഇതിലേറെ കാര്യം എന്ന് പറഞ്ഞാല് ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിലും കഴമ്പില്ല എന്നുള്ളതുണ്ടെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ തുറന്നു പറയുക, അത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ സത്യം പറഞ്ഞാല് പലരും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലായിരുന്നാലും എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾ തന്നെ ഇട്ടു ചില കുടുംബ വഴക്കുകൾ കാരണം യൂട്യൂബ് തുറക്കാൻ വയ്യ, ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ, അങ്ങനെ ഒരു സംഭവങ്ങൾ. ഇതൊന്നും ആർക്കും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത സംഗതിയല്ല, വെറുക്കാൻ തുടങ്ങി എല്ലാവർക്കും. പക്ഷേ അതിനൊക്കെ അവരുടെ കാര്യങ്ങൾ തന്നെ അങ്ങനെ ഒരു സംഭവങ്ങളിലേക്കെല്ലാം ബാക്കി അതിലേക്ക് മാറ്റി നിർത്താം. ഈ മൊത്തത്തിലുള്ള ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ കണ്ട് ഈ ഒരാഴ്ചത്തെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും എന്തായിരുന്നാലും നേരത്തെ ഇങ്ങനെ ഒരു സീരിയലിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നതാണ്, ചുവരിലടിച്ച് തൂക്കേണ്ട ഒരു അവസ്ഥ വന്നതാണ്. അപ്പോഴ് ഷാനവാസിന് എന്താ തോന്നിയത്? അല്ല, ഇപ്പോഴത്തെ ഈ ഒരു കറണ്ട് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടല്ലോ, കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്ന ന്യൂസും, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമം തരുന്നതും ഭയങ്കര സഹതാപം തോന്നുന്നതുമായുള്ള കാര്യമാണ്. ഇപ്പോൾ തന്നെ നിയറസ്റ്റ് ആദ്യത്തിൻ്റെ ഒരു ചെറിയൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് കാര്യം. ആദ്യൻ ഈ മറ്റേ ഞാനൊരു 1-2 ഇൻ്റർവ്യൂ ഉണ്ട് സൂരജ് പാലക്കാരനോട് ഭയങ്കരമായിട്ട് ശൗര്യത്തോടു കൂടി അവൻ്റെ മറുപടി കൊടുക്കുന്നത് കണ്ടപ്പോൾ ആൾ നല്ല ബോൾഡാണ്, നല്ല ഇതാണ്, ബോൾഡാണ്, അങ്ങനെ തന്നെ ആവണം ആണുങ്ങളായാൽ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചു. പിറ്റേ ദിവസം എന്താ കിടക്കുന്ന തൃശ്ശൂർ റൗണ്ട് ആരംഭിച്ചാലേ സൂയിസൈഡ് എടുത്തിട്ട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്താന്ന് പറഞ്ഞാൽ അത് ഭീരുക്കളാണ്. നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പോൾ ആര് തന്നെ എന്ത് ചെയ്താലും നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. നമ്മൾ ആ ഒരു പ്രതിസന്ധികളെ മുഴുവൻ തരണം ചെയ്ത് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മുടെ മറുപടി. അല്ലാതെ തിരിച്ച് തല്ലാനും കൊല്ലാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, വടിവാൾ ഊരാനും കൊട്ടേഷൻ കൊടുക്കാനും ഒക്കെ നടക്കാന്ന് പറയുന്നത് വളരെ മോശമായ ഒരു സംഭവമാണ്. ഇനിയെങ്കിലും നല്ലൊരു ഈ പ്രശ്നങ്ങളിലോട്ടും ഇതിലോട്ടൊന്നും മുഖം കൊടുക്കാതെ നല്ലൊരു ലൈഫും നല്ലൊരു കലാജീവിതം ആദ്യത്തിനുണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു. അതുപോലെ തന്നെ ബ്രോക്കും ബ്രോന്റെ ചാനലിലും എന്താണ് ബ്രോ ചാനൽ ഇന്ത്യ ഗീസ് മലയാളമല്ല, എന്തായാലും ഇത്രയും പറഞ്ഞിട്ട് വേർത്ത് എനിക്കെതിരെ ഈ ഇത്രയും കാല് വെച്ചിട്ടുള്ള ഒരാളെ പിടിച്ചു നിർത്തി ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും, കാരണം ഈ ഇന്റർവ്യൂ കുറെ നാളെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇദ്ദേഹത്തിന് ഇപ്പൊ പുതിയ ഇതെന്ന് അനുസരിച്ചിട്ട് മലപ്പുറത്ത് നിന്ന് നേരെ വണ്ടി എടുത്തുകൊണ്ട് നേരെ തിരുവനന്തപുരം പോകും. അപ്പൊ ഈ തിരുവനന്തപുരത്ത് പോകുന്ന ഇടയ്ക്ക് എറണാകുളത്ത് വെച്ച് പിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോകുന്നൊരു സമയമില്ല, പാതിരാത്രി സമയങ്ങളിലാണ് പോകുന്നത്. അപ്പൊ അതിനിടയിൽ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോഴേക്കും കിട്ടുമോ ഇന്റർവ്യൂ കിട്ടുമോ എന്ന് ചോദിച്ചാൽ എന്നാ ഇന്നങ്ങ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് കിട്ടിയ സമയങ്ങളാണ്. പക്ഷെ ഈ നിൽപ്പ് നിങ്ങളൊന്ന് കാണണം. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഈ നിൽപ്പ്, ഈ ഷർട്ട് പോലും ഇട്ടത് ഈ ടീഷർട്ട് വിയർത്ത് പൊളിച്ചോണ്ടാ മൊത്തം ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കാലിന്റെ അവസ്ഥ, ഇതാണ് മൊത്തം അവസ്ഥ. ഈ സീരിയലിനകത്ത് നിങ്ങൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാല് നായകന്റെയും നായികയുടെയും പ്രണയവും അവരുടെ ലൈവ് കല്യാണങ്ങളും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഘർഷമുഹൂർത്തമായിട്ടുള്ള നിമിഷങ്ങളും മറ്റതുമൊക്കെ ആയിരിക്കും അവർ കാണുന്നത്. പക്ഷെ അതിനകത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലേക്കൊന്നും നിങ്ങളുടെ തല എത്തിച്ചേരാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ചോദിക്കുന്നതെല്ലാം വളരെ വലിയ ചോദ്യങ്ങളും കാര്യങ്ങളും അങ്ങനെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിലും അവസ്ഥ ഇതാണ്. പ്രത്യേകിച്ച് ഞാനാണ് സാധാരണ വേർത്ത് കുളിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നായകനാണ്, വില്ലനാണ് വേർത്ത് കുളിച്ച് കാല് വയ്യാതെ നിൽക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് ഷാനു കാല് റെഡി ആവട്ടെ. അപ്പൊ പുതിയ സീരിയലും അടിപൊളിയായിട്ട് പോകട്ടെ. ഒപ്പം ഫ്യൂച്ചറിൽ നമുക്ക് എന്തായാലും നമ്മുടെ മലയാള സിനിമയുടെയും ഒരു വരദാനമായിട്ട് ഷാനു എത്തിച്ചേരട്ടെ. പൊന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ഷാനു. താങ്ക്സ് ഫോർ ടൈം.